കർത്താവിന്റെ മഹത്വം. വീണ്ടും നമുക്കിങ്ങനെ വചന പഠനത്തോടനുബന്ധിച്ച് കൂടി വരാനിടയായതിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ ഗലാത്യ ലേഖനത്തെക്കുറിച്ചൊരു ആമുഖം ചിന്തിക്കാൻ നമുക്ക് ഇടയായിത്തീർന്നു. ഞാൻ ചില ചോദ്യങ്ങൾ ചോദിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് എല്ലാവരും ഉത്തരം പറയാൻ തയ്യാറായിരിക്കണം. കുഴപ്പമുണ്ടോ? ഉത്തരം പറയണം. ചോദ്യങ്ങളൊന്നും ചോദിക്കുന്നില്ല. ജസ്റ്റ് നമുക്ക് ഓർത്ത് നോക്കാം. ഗലാത്യ ലേഖനത്തിൻ്റെ ഒരു ഇൻട്രൊഡക്ഷനാണ് നമ്മൾ പറഞ്ഞത്. അപ്പോസ്തലനായ പൗലോസിൻ്റെ ഒന്നാമത്തെ ലേഖനമായിരുന്നു ഗലാത്യ ലേഖനം. വേറെ അധിക ലേഖനങ്ങളൊന്നും ഇല്ലാതിരുന്ന, സുവിശേഷങ്ങൾ എഴുതപ്പെടുന്നതിന് മുമ്പ് ഒക്കെ ലഭ്യമായ ഒരു ലേഖനം എന്നുള്ള നിലയിൽ അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുകയുണ്ടായി. മാത്രമല്ല വളരെ ചെറിയൊരു ലേഖനമാണ്, എന്നാൽ വളരെ ഗഹനമായ വിഷയങ്ങൾ അതിനകത്ത് ഉള്ളടക്കം ചെയ്തിരിക്കുന്നു എന്നുള്ളത് നമ്മൾ ഓർക്കുകയുണ്ടായി. എത്ര അധ്യായമുണ്ട്? 6. വാക്യങ്ങളോ? വെരി ഗുഡ്. 149 വാക്യങ്ങൾ ഉള്ള 6 അധ്യായങ്ങളിലായി ഉള്ളടക്കം ചെയ്തിരിക്കുന്ന ലേഖനമാണ് ഗലാത്യ ലേഖനം. ഇതൊരു വേറൊരു ലേഖനത്തിൻ്റെ ഒരു ചെറിയ പതിപ്പാണ് എന്ന് ഞാൻ പറയുകയുണ്ടായി. ഏത് ലേഖനമായിരുന്നു? റോമാലേഖനത്തിൻ്റെ ഒരു ഷോർട്ട് ഫോമാണ്. അതായത് വിഷയങ്ങൾ ഏകദേശം സെയിമാണ്. അങ്ങനെ നമ്മൾ പല കാര്യങ്ങൾ ചിന്തിക്കുകയുണ്ടായി. ഗലാത്യ ലേഖനത്തിൻ്റെ താക്കോൽ വാക്യം ഏതാണ്? വേറെ ഒന്നും പറഞ്ഞില്ലല്ലോ, അത് പറയാം. റെഫറൻസ് ഓർക്കുന്നുണ്ടോ? 5:20. 5:1. ഗലാത്യ ലേഖനം 5:1. ഏതാണ് വാക്യം? വാക്യം ശരിയാണ് എപ്പിസോഡും പറഞ്ഞത്. സ്വാതന്ത്ര്യത്തിനായി ക്രിസ്തു നമ്മളെ സ്വതന്ത്രരാക്കി. അവിടെ കൊണ്ട് തീർന്നിട്ടില്ല. ആകയാൽ ഉടനെ പറയുകയാണ് വേണ്ടത്. അതിൽ ഉറച്ചു നിൽപ്പിൻ, അടിമനുഭവത്തിൽ കുടുങ്ങിപ്പോകരുത്. കർത്താവ് ആ ഒരു ലക്ഷ്യം നമ്മുടെ ജീവിതത്തിൽ നിറവേറാൻ ഈ ലേഖനത്തിൻ്റെ പഠനം നമുക്ക് ഇടയാക്കി തീർക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ലേഖനം എഴുതാനിടയായ സാഹചര്യം നമ്മൾ വളരെ വിശദമായിട്ട് ചിന്തിക്കുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ എന്തായിരുന്നു അവിടുത്തെ അവസ്ഥ? ഗലാത്യ ലേഖനം എഴുതാനിടയായ സാഹചര്യം എന്തായിരുന്നു? ദുരുപദേശം. പ്രധാനമായിട്ട് യഹൂദ മതം, അതിൻ്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും, രക്ഷിക്കപ്പെട്ട് അല്ലെങ്കിൽ കൃപയാൽ വിശ്വാസം എന്ന ദൈവവ്യവസ്ഥയിലൂടെ മുമ്പോട്ട് വന്ന ദൈവമക്കൾ ഈ യഹൂദ മതത്തിൻ്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പൂർണ്ണമായി അനുസരിച്ചെങ്കിൽ മാത്രമേ അവർക്ക് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ, രക്ഷിക്കപ്പെടാനായിട്ട്, അല്ലെ രക്ഷ പൂർണ്ണമാകുള്ളൂ എന്നായിരുന്നു അവിടെ ചിലർ പഠിപ്പിച്ചിരുന്നത്. നുഴഞ്ഞു കയറ്റക്കാരായിരുന്നു അവർ. പഠിപ്പിച്ചവർ ഒരു കാര്യം ഇവിടെ പറഞ്ഞു. ഈ പൗലോസ് എന്ന് പറയുന്ന ആൾ അത്ര ശരിയല്ല, പുള്ളി യഥാർത്ഥ അപ്പോസ്തലനല്ല. അദ്ദേഹത്തിൻ്റെ അപ്പോസ്തലത്വത്തെ അവർ ചോദ്യം ചെയ്തു. അങ്ങനെ ആ കാര്യം, അതുപോലെ ഈ ദുരുപദേഷ്ടന്മാര് തെറ്റായ ഒരു ഫോൾസ് ഡോക്ട്രിൻ അല്ലെങ്കിൽ ദുരുപദേശം, വേറൊരു സുവിശേഷം അവർ അവിടെ പഠിപ്പിക്കാൻ ശ്രമിച്ചു. മാത്രമല്ല മറ്റൊരു സാഹചര്യം ആ പൗലോസിനെ അലട്ടിയത് പത്രോസിൻ്റെ ഒരു ഡബിൾ സ്റ്റാൻഡേർഡ്. അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞായിരുന്നു. പത്രോസ് തൻ്റെ ജീവിതത്തിൽ കൊർന്നല്യോസൊക്കെ മുമ്പോട്ട് വന്ന ആ സമയത്തിന് ശേഷം ജാതികളുടെ ഇടയിൽ താൻ അവരോടൊപ്പം ഭക്ഷണം കഴിക്കുക, അവിടെ നിന്ന് ജാതികളിൽ നിന്ന് വേർപെട്ട് വന്ന ദൈവമക്കളോടൊപ്പം ഭക്ഷണം കഴിക്കുകയും അവരോടൊപ്പം കൂട്ടായ്മ ആചരിക്കുക എല്ലാം ചെയ്തെങ്കിലും ഒരു പ്രത്യേക സാഹചര്യത്തിൽ പത്രോസ് എന്ത് ചെയ്തു? ആ കാര്യത്തിൻ്റെ ഒരു വിമുഖത കാണിച്ചു. അത് അപ്പോസ്തലനെ, അതായത് പൗലോസിനെ അലോസരപ്പെടുത്തി. ഈ കാര്യത്തെ ഒന്ന് തിരുത്തുവാൻ, അല്ലെങ്കിൽ അതിനെക്കുറിച്ചും അതും ഒരു പ്രശ്നമാകാതിരിക്കാനും ഒക്കെ കൂടെയാണ് കർമ്മപരിപാടികളിൽ നിന്ന്, അതിൻ്റെ അടിമത്തത്തിൽ നിന്ന് വേർപെട്ട് യഥാർത്ഥമായ സ്വാതന്ത്ര്യം ആസ്വദിക്കുവാനും അതിൽ ഉറച്ചു നിൽക്കുവാനും ഈ വിശ്വാസികൾക്ക്, ഈ ഗലാത്യയിലെ വിശ്വാസികൾക്ക് ഇടവരണം എന്നുള്ള ആഗ്രഹം മനസ്സിൽ കണ്ട്, അല്ലെ അതിനെ മുൻനിർത്തിയാണ് ഈ ലേഖനം എഴുതിയിരിക്കുന്നത്. ഇനി ഒരു ചോദ്യം കൂടെ മാത്രം. ഗലാത്യ സഭകൾ ഏതൊക്കെയാണ്? ഒരെണ്ണയിലും പറ. പിസിദ്യ, അത് സ്ഥലമാണ്. പിസിദ്യൻ അന്ത്യോക്യയാണ് സാധാരണ സഭയായി പറയുന്നത്. പിന്നെ ഏതാണ്? ലുസ്ത്ര, ദർബ, ഇക്കോന്യ. ഇതൊക്കെയായിരുന്നു ഗലാത്യ സഭകൾ എന്ന് പറയുന്നത്. നമുക്ക് അതിൻ്റെ ഭൂപടമൊക്കെ ഞാൻ കാണിച്ച്, അല്ലെങ്കിൽ അത് മെൻഷൻ ചെയ്ത് പറഞ്ഞതാണ്. അതുകൊണ്ട് ഇനി അതിലേക്കൊന്നും പോകുന്നില്ല. നമുക്ക് ലേഖനത്തിലേക്ക് ഡയറക്റ്റ് വരാം. ഗലാത്യ ലേഖനം 1-ാം അധ്യായം, അതിൻ്റെ 1 മുതൽ 10 വരെ വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം.
യേശുക്രിസ്തുവിനാലും അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച പിതാവായ ദൈവത്താൽ മാത്രമേ അപ്പോസ്തലനായ പൗലോസും കൂടെയുള്ള സകല സഹോദരന്മാരും ഗലാത്യ സഭകൾക്ക് എഴുതുന്നത്. പിതാവായ ദൈവത്തിൽ നിന്നും നമ്മുടെ ദൈവവും പിതാവുമായവൻ്റെ ഇഷ്ടപ്രകാരം ഇപ്പോഴത്തെ ദുഷ്ടലോകത്തിൽ നിന്ന് നമ്മെ വിടുവിക്കേണ്ടതിന് നമ്മുടെ പാപങ്ങൾ നിമിത്തം തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തവനായി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. അവനെ എന്നേക്കും മഹത്വം. ആമേൻ. ക്രിസ്തുവിന്റെ കൃപയാൽ നിങ്ങളെ വിളിച്ചവനെ വിട്ട് നിങ്ങൾ ഇത്ര വേഗത്തിൽ മറ്റൊരു സുവിശേഷത്തിലേക്ക് അറിയുന്നത് എന്തുകൊണ്ട് ഞാൻ ആശ്ചര്യപ്പെടുന്നു. അത് വേറൊരു സുവിശേഷം എന്നല്ല, ചിലർ നിങ്ങളെ കലക്കി ക്രിസ്തുവിന്റെ സുവിശേഷം മറിച്ചു കളവാൻ ഇച്ഛിക്കുന്നു എന്നത്രേ. എന്നാൽ ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതിന് വിപരീതമായി ഞങ്ങളാകട്ടെ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതനാകട്ടെ നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ. ഞങ്ങൾ മുമ്പ് പറഞ്ഞതുപോലെ ഞാനിപ്പോൾ പിന്നെയും പറയുന്നു, നിങ്ങൾ കൈക്കൊണ്ട സുവിശേഷത്തിന് വിപരീതമായി ആരെങ്കിലും നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ. ഇപ്പോൾ ഞാൻ മനുഷ്യരെയോ ദൈവത്തെയോ സന്തോഷിപ്പിക്കുന്നത് അല്ല, ഞാൻ മനുഷ്യരെ പ്രസാദിപ്പിക്കുവാൻ നോക്കുന്നുവോ? ഇന്നും ഞാൻ മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നു എങ്കിൽ ക്രിസ്തുവിന്റെ ദാസനായിരിക്കുകയില്ല. മതി. ഇതിന്റെ ആമുഖത്തെക്കുറിച്ച് ഞാൻ ഒന്ന് രണ്ട് വാചകങ്ങൾ പറയുകയുണ്ടായി. മറ്റ് ലേഖനങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായ ഒരു വന്ദനമാണ് ഇവിടെ കാണുന്നത്. പൗലോസിന്റെ അപ്പോസ്തലത്വം, അതിന്റെ ആധികാരികത അവർ ചോദ്യം ചെയ്തിരുന്നു. ആര്? ഈ നുഴഞ്ഞുകയറ്റക്കാര്. അതുകൊണ്ട് തന്നെ ഒന്നാമത്തെ വാചകം തന്നെ താൻ ആദ്യമായിട്ട് ഊന്നൽ കൊടുക്കുന്ന അതിനൊരു മറുപടി പറഞ്ഞുകൊണ്ടാണ് എഴുതിയിരിക്കുകയാണ്. മനുഷ്യരിൽ നിന്നല്ല, മനുഷ്യനാലുമല്ല, യേശു ക്രിസ്തുവിനാലും അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച പിതാവായ ദൈവത്താലും അത്ര അപ്പോസ്തലനായ പൗലോസും കൂടെയുള്ള സകല സഹോദരന്മാരും ഗലാത്യ സഭകൾക്ക് എഴുതുന്നത്. നമുക്കറിയാം, ഞാൻ കഴിഞ്ഞ ആഴ്ച പറയണം, അപ്പോസ്തലനായ പൗലോസും കൂടെയുള്ള സഹോദരന്മാരും ഗലാത്യ സഭകൾക്ക് എഴുതുന്നത്, അല്ലെങ്കിൽ യേശു ക്രിസ്തുവിൽ മറ്റു ലേഖനങ്ങളിൽ കാണുന്ന പോലെ പ്രിയനായ എന്നൊക്കെ പറഞ്ഞ് എഴുതിയാൽ മതി. പക്ഷേ വെരി ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, ആദ്യത്തെ ആ പ്രയോഗം തന്നെ തൻ്റെ അപ്പോസ്തലത്വം യേശു ക്രിസ്തുവിൻ്റെ പ്രത്യേക വെളിപ്പാടിനാൽ തനിക്ക് ലഭിച്ചതാണ് എന്ന് പറയാനായിട്ട് ഇടയായിത്തീർന്നു. നമുക്കറിയാം, പൗലോസിൻ്റെ അപ്പോസ്തലത്വം ഒരിക്കലും മനുഷ്യനിൽ നിന്ന് ഉത്ഭവിച്ചതല്ല. ഈ ലോകത്തിൽ നമുക്കറിയാം പല വിധത്തിലുള്ള വാഴിക്കലുകൾ നമുക്ക് കാണുന്നുണ്ട്, അല്ലേ? ഈ വാഴിക്കലുകളൊക്കെ നടക്കുന്നതിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന ആൾക്കാർ, സഭാ നേതാക്കന്മാർ, നമ്മളിപ്പോൾ പലതരത്തിൽ കാണുന്ന അവരൊക്കെ അവരുടെ ജീവിതത്തിൽ പിന്നീട് കാണിക്കുന്ന പരിപാടികൾ എന്തൊക്കെയാണെന്നുള്ളത് ഒരുപക്ഷെങ്കിൽ പബ്ലിക്കായിട്ട് പറയാൻ പറ്റത്തില്ലാത്ത കാര്യങ്ങൾ വരെയുണ്ട്. എന്നാൽ അപ്പോസ്തലന് പൗലോസിന് തന്നെക്കുറിച്ച് പറയാനുള്ളത് എനിക്ക്, കാരണം ഇവരൊക്കെ ഇപ്പോൾ ആലോചിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അപ്പോസ്തലനെ ജീവിച്ചിരുന്നപ്പോൾ കർത്താവ് തിരഞ്ഞെടുത്തിട്ടില്ല, കണ്ടിട്ടില്ല എന്നുള്ളതാണ്. എന്നാൽ തനിക്ക് വ്യക്തമായി പ്രത്യക്ഷപ്പെട്ടു. അതിനൊരു കാര്യം പറയണം, ഉയർത്തെഴുന്നേറ്റ അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച, അല്ലെങ്കിൽ ഉയർത്തെഴുന്നേറ്റ കർത്താവിനാൽ താൻ ഈ അപ്പോസ്തലത്വം പ്രാപിച്ചിരിക്കുന്നു. അതാണ് തൻ്റെ അപ്പോസ്തലത്വത്തിൻ്റെ ഒറിജിൻ, അല്ലെങ്കിൽ ആ സ്വർഗീയ ആ വിളിയുടെ ആരംഭം എന്ന് പറയുന്നത്. അതാരാ നൽകിയത്? ദ റിസൺ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. ഉയർത്തെഴുന്നേറ്റ കർത്താവായ യേശു ക്രിസ്തു ആണ് ആ പ്രത്യക്ഷത വരുത്തിയത്. അതാണ് തനിക്ക് തൻ്റെ അപ്പോസ്തലത്വത്തെക്കുറിച്ച് ഏറ്റവും ആധികാരികത ആയിട്ട് പറയാനായിട്ടുള്ളത്. ഹി വാസ് കോൾഡ് ബൈ ദ റിസറക്റ്റഡ് ക്രൈസ്റ്റ്. കർത്താവായ യേശു ക്രിസ്തു, ഉയർത്തെഴുന്നേറ്റ കർത്താവായ യേശു ക്രിസ്തു ആണ് തന്നെ വിളിച്ചിരിക്കുന്നത്. ഈ ഒരു ബോധം പൗലോസിനെ തൻ്റെ ശുശ്രൂഷയുടെ അവസാനത്തെ മിനിറ്റ് വരെയും ഏറ്റവും വലുതായിട്ട് ഭരിച്ചിരുന്നു. മാത്രമല്ല, അത് അധികമായിട്ട് ഉത്തേജിപ്പിച്ചിരുന്നു. തനിക്ക് ഓരോ കാര്യവും പറയുമ്പോൾ നമുക്കറിയാം, ഈ ലേഖനത്തിൽ തന്നെ പൗലോസിൻ്റെ പ്രയോഗങ്ങൾ പലതുമുണ്ട്. അതിൽ പല പ്രയോഗങ്ങളും ഈ ഉയർത്തെഴുന്നേറ്റ് യേശു ക്രിസ്തു എന്ന് പറഞ്ഞിട്ട് താൻ എഴുതിയേക്കുന്നതൊക്കെ ആവേശത്തോടെയാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ആ പ്രത്യക്ഷത തനിക്ക് തരാനായിട്ട് ഇടയായിത്തീർന്നു എന്നുള്ളത് പൗലോസ് അത്രയ്ക്ക് ആവേശത്തോടെയാണ് താൻ കൈക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് താൻ ആദ്യത്തെ വാചകത്തിൽ തന്നെ പറയുകയാണ്, എൻ്റെ അപ്പോസ്തലത്വം ഉയർത്തെഴുന്നേറ്റ കർത്താവിനാൽ ആണ് ലഭിച്ചിരിക്കുന്നത്. അവിടെ നിന്ന് ഡയറക്റ്റ് അപ്പോയിന്റ് ചെയ്തിരിക്കുകയാണ്. പിന്നെ ആ വന്ദനത്തിലുള്ള ഒരു പ്രയോഗം, സഹോദരന്മാർ, എൻ്റെ കൂടെയുള്ള സകല സഹോദരന്മാർ. അതാരാണെന്ന് പറയുകയുണ്ടായി. അതാരൊക്കെ ആയിരിക്കാം? പൗലോസിൻ്റെ കൂടെ അന്നേരം ഉള്ളത് ബർന്നബാസ് ഉണ്ടായിരിക്കാം. പിന്നെ ഇത് സിറിയയിലെ അന്ത്യോക്യയിൽ വെച്ചാണ് ഈ ലേഖനം എഴുതിയത് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അവിടെയുള്ള മൂപ്പന്മാർ, സഹോദരന്മാരൊക്കെ കാണും. അപ്പോൾ ഈ വിഷയം സംബന്ധിച്ച് പൗലോസ് ഈ ആൾക്കാരെ കൂടെ, ഇവരെ കൂടെ ഇതിനകത്ത് ഉൾക്കൊള്ളിക്കുന്നതിന് ഒരു ഉദ്ദേശമുണ്ട്. തൻ്റെ
ഒരു എന്താ പറയുക, ഈ വിഷയം സംബന്ധിച്ച്, അതായത് ഈ ദുരുപദേഷ്ടക്കന്മാർ നുഴഞ്ഞു കയറിയിരിക്കുന്നതിനെ സംബന്ധിച്ച് അവിടെ അവർ തമ്മിൽ ഒരു ചർച്ച ഉണ്ടായിട്ടുണ്ട്. തൻ്റെ മാത്രം അഭിപ്രായമല്ല, അവരെല്ലാവരും അതിനെ സെക്കൻഡ് ചെയ്യുന്നു, അല്ലെ അവരെല്ലാവരും അതിനെ പിന്നെ ഈ വിഷയം തീർച്ചയായിട്ടും പിന്നെ ഇങ്ങനെ തന്നെ എഴുതേണ്ടതാണ് എന്ന് അവരെല്ലാം സെക്കൻഡ് ചെയ്യുന്നു എന്നുള്ള ഒരു സൂചനയും കൂടിയാണ് ആ സകല സഹോദരന്മാരും നിങ്ങൾക്ക് വന്ദനം ചെയ്യുന്നു എന്നതിലൂടെ പൗലോസ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. നമ്മൾ പറഞ്ഞ പോലെ ഈ ഗലാത്യ സഭകൾ എന്ന് പറഞ്ഞാൽ ദെർബ, ലുസ്ത്ര, ഇക്കോന്യ, പിസിദിൻ, അന്തോക്യ ഇങ്ങനെയുള്ള സഭകൾ, ആ പ്രദേശങ്ങളിലെ സഭകളാണ്. ഇനി അടുത്ത മൂന്നാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, പിതാവായ ദൈവത്തിൽ നിന്നും നമ്മുടെ ദൈവവും പിതാവുമായ ഇഷ്ടപ്രകാരം ദുഷ്ടലോകത്തിൽ നിന്ന് നമ്മെ ഇപ്പോഴത്തെ ദുഷ്ടലോകത്തിൽ നിന്ന് നമ്മെ വിടുവിക്കേണ്ടതിന് നമ്മുടെ പാപങ്ങൾ നിമിത്തം താൻ ഏൽപ്പിച്ചു കൊടുത്തവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ നിന്ന് നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ, അവന് എന്നേക്കും മഹത്വം. ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം എന്നുള്ളത് ഇത് വേറൊരു സുവിശേഷം ഇതിൽ ഇല്ല എന്ന് പറയാനായിട്ട് ഞാൻ പറഞ്ഞല്ലോ, ഈ ലേഖനത്തിൻ്റെ ആ എഴുത്തിൻ്റെ ഒന്നാമത്തെ വാക്ക് മുതൽ, അല്ലെ ഒന്നാമത്തെ അക്ഷരം മുതൽ അപ്പോസ്തലന് ഒരു നിർബന്ധമുണ്ട്. ഇവർ ഈ യഥാർത്ഥമായ സുവിശേഷത്തിൽ നിന്ന് ഒരു ഇഞ്ച് പോലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറാനായിട്ട് പാടില്ല, അല്ലെങ്കിൽ താൻ എഴുതുന്നത് അത്ര കൃത്യമായിരിക്കണം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞില്ല, തൻ്റെ അപ്പോസ്തലത്വത്തിൻ്റെ വെല്ലുവിളി അവരുന്നയിച്ചെങ്കിൽ അതിന് ഒന്നാമത്തെ വാചകത്തിൽ തന്നെ തൻ്റെ അപ്പോസ്തലത്വം ഉയർത്തെഴുന്നേറ്റ കർത്താവ് നേരിട്ട് തനിക്ക് ഏൽപ്പിച്ചു തന്നാണ്, ആ നിയോഗമാണ് എന്ന് പറയുന്നു. ഇവിടെ മൂന്നാം വാക്യത്തിലേക്ക് വരുമ്പോൾ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇതിൽ ഒരു സുവിശേഷം ഇല്ല. ആ സുവിശേഷം എന്നുള്ളത് നമുക്കറിയാം വളരെ വ്യക്തമായിട്ട് അവിടെ എഴുതി തന്നിരിക്കണം. വേറൊരു സുവിശേഷത്തിലേക്ക് തിരിയരുത്. സുവിശേഷം എന്ന് പറഞ്ഞ് താൻ പ്രസംഗിച്ച, ഇതുവരെ അവരെ പഠിപ്പിച്ച, അല്ലെങ്കിൽ അവർക്ക് ഉപദേശിച്ചു കൊടുത്ത കാര്യം എന്ന് പറഞ്ഞ് ഇത്രയുമാണ്. എന്താണത്? പിതാവായ ദൈവം നമ്മുടെ ദൈവവും പിതാവുമായവൻ തൻ്റെ ഇഷ്ടപ്രകാരം ഈ ദുഷ്ടലോകത്തിൽ നിന്ന് നമ്മെ വിടുവിക്കേണ്ടതിന് നമ്മുടെ പാപങ്ങൾ നിമിത്തം താൻ ഏൽപ്പിച്ചു കൊടുത്ത കർത്താവായ യേശുക്രിസ്തു, അതായത് യേശുക്രിസ്തു, അതാണ് സുവിശേഷം. ആ യേശുക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി താൻ ഏൽപ്പിച്ചു കൊടുത്തു. മാത്രമല്ല, അത് ആരുടെ ഇഷ്ടമായിരുന്നു? പിതാവായ ദൈവത്തിൻ്റെ ഇഷ്ടമായിരുന്നു. നമുക്കറിയാം, കർത്താവ് ആരെങ്കിലും നിർബന്ധിച്ചിട്ട് ഈ കാര്യം ചെയ്തതല്ല. നമുക്കറിയാം, ഇതേ ലേഖനം തന്നെ വാക്യം 2-ാം അധ്യായത്തിൻ്റെ 21-ാമത്തെ വാക്യം, അവിടെ പൗലോസ് പറയുകയാണ്, എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രങ്കിലുള്ള വിശ്വാസത്താൽ അത്ര ഞാൻ ജീവിക്കുന്നത്. ആ പ്രയോഗം ശ്രദ്ധിക്കുക. ഹി ഗേവ് ഹിംസെൽഫ്, തന്നെത്താൻ. ഫിലിപ്പ് ലേഖനം 2-ാം അധ്യായം വായിക്കുമ്പം ആ താഴ്ചയുടെ വിവിധ പടികൾ പറയുമ്പോൾ അവിടെ എല്ലാം ഈ പ്രയോഗം നമുക്ക് കാണാനായിട്ട് സാധിക്കും. തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തു. ഇവിടെ എഴുതി അവിടെ തന്നെത്താൻ താഴ്ത്തി. തീത്തോസിന്റെ ലേഖനം 2-ാം അധ്യായം 14-ാം വാക്യം ഒന്ന് വായിക്കാമോ? സ്പീഡ് കൂടുതലാണോ? കുഴപ്പമില്ലല്ലോ, അല്പം ഓക്കെ, കുറയ്ക്കാം. ആർക്കെങ്കിലും എഴുതിയെടുക്കണമെങ്കിൽ അത് തീർച്ചയായിട്ടും പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ അവിടെ ഒന്ന് കൈവയ്ക്കാൽ മതി, ഞാൻ അപ്പം തന്നെ കുറച്ചോളാം. തീത്തോസ് 2:14. തന്നെത്താൻ നമുക്ക് വേണ്ടി കൊടുത്തു. അപ്പോൾ ഇതൊരു വോളണ്ടറി ആയിട്ടുള്ള, അതായത് സ്വമേധയായുള്ള തൻ്റെ താല്പര്യമായിരുന്നു, ആക്ഷനായിരുന്നു. പത്രോസിന്റെ ലേഖനം 1-ാമത്തെ ലേഖനം 3-ാം അധ്യായം 18-ാം വാക്യം എടുത്തു വായിക്കണ്ട, ഞാൻ ഒരു വാക്യം എടുത്ത് വായിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇതേ ആശയം തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പൊ കർത്താവായ യേശുക്രിസ്തു പിന്നെ നമുക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു തരികയായിരുന്നു. കർത്താവിന്റെ സ്നേഹത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അതാണ്. ഒന്നും പ്രതീക്ഷിക്കാനില്ലാതിരുന്നിട്ട്, ആരും പകരമൊന്നും തരത്തില്ല എന്നറിയാമായിരുന്നു, നമുക്ക് വേണ്ടി തന്നെത്താൻ അവൻ ഏൽപ്പിച്ചു കൊടുത്തു. ആരുടെ നിർബന്ധ പ്രകാരമല്ല. ഇനി ഞാൻ മുമ്പേ പറഞ്ഞ 2-ാമത്തെ കാര്യം, ഇറ്റ് ഈസ് ദ വിൽ ഓഫ് ദ ഫാദർ. നമ്മുടെ പിതാവായ ദൈവത്തിൻ്റെ ഇഷ്ടമായിരുന്നു അത്. നമുക്കറിയാം, കർത്താവ് ആ കാര്യം നടപ്പിലാക്കിയപ്പോൾ അത് പിതാവിൻ്റെ ഇഷ്ടം നടപ്പാക്കുകയായിരുന്നു. ഇത് സങ്കീർത്തനത്തിൽ ഇത് പ്രവാചകൻ ശബ്ദത്തിലൂടെ എഴുതുന്നുണ്ട്, ഇതാ ഞാൻ വരുന്നു, ദൈവമേ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു എന്ന്. 40-ാം സങ്കീർത്തനത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതേ ആശയം തന്നെ എബ്രായ ലേഖനം 10-ാം അധ്യായം, ആ ഭാഗം നമുക്കൊന്ന് എടുത്തു വായിക്കാം. എബ്രായർ 10:7 മുതൽ. എബ്രായർ 10:7. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാ ഞാൻ വരുന്നു, പുസ്തക ചുരുളിൽ എന്നെ കുറിച്ച് എഴുതിയിരിക്കും, ദൈവമേ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ വരുന്നു എന്ന് അവൻ പറയുന്നു. അപ്പൊ കർത്താവിന്റെ ഇഷ്ടം, അതായത് പിതാവായ ദൈവത്തിന്റെ ഇഷ്ടം, അതായിരുന്നു
പുത്രൻ നിറവേറ്റിയത്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഈ പാപപരിഹാര ബലി എന്ന് പറയുന്നത് താൻ സ്വമേധയാ ചെയ്തതാണ്. മാത്രമല്ല അത് നടപ്പിലാക്കിയതിലൂടെ കർത്താവ് പൂർത്തീകരിച്ചത് പിതാവെ നിന്റെ ഇഷ്ടം ഞാൻ ചെയ്യുന്നു എന്നുള്ളതായിരുന്നു. പിതാവ് അത് പലതവണ സാക്ഷ്യപ്പെടുത്തുകയും ഉണ്ടായി. അപ്പോൾ ഇത് തന്നെത്താൻ അവൻ ഏൽപ്പിച്ചതെന്നാണ് പിതാവിൻ്റെ ഇഷ്ടമായിരുന്നു. ഇനി മൂന്നാമത്തെ കാര്യം, ഇത് കർത്താവിൻ്റെ ഈ മരണം എന്ന് പറയുന്നത് കേവലം നമ്മളെ പാപത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി മാത്രമായിരുന്നില്ല ആയിരുന്നു, മറിച്ച് ഇവിടെ പറഞ്ഞിരിക്കുന്ന പ്രയോഗം ഈ ദുഷ്ടലോകത്തിൽ നിന്ന് നമ്മെ വിടുവിക്കേണ്ടത്. നമുക്കറിയാം രക്ഷയുടെ ത്രികാല രക്ഷ അല്ലെങ്കിൽ എന്താ പറയുക 3 കാലത്തിലുള്ള രക്ഷയെക്കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതായത് നമ്മുടെ ആത്മാവ് അത് എന്ത് ചെയ്തു? പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്ന് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മരണത്തിൽ ആശ്രയിച്ച മുഖാന്തരം, ആ മരണത്തിൽ വിശ്വസിച്ചത് മുഖാന്തരം നമ്മൾ രക്ഷിക്കപ്പെടാണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ രക്ഷിക്കപ്പെട്ടത് നമ്മുടെ ആത്മാവ്. നമ്മൾ രക്ഷിക്കപ്പെട്ടു എന്നാണ് നമ്മൾ പറയുന്നത്, അല്ലെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു എന്നാണ് പറയുന്നത്. പക്ഷെ ശരിക്കും നമ്മൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്ന ആരാണ്? ആത്മാവാണ്. എന്നാൽ നമ്മൾ ജീവിക്കുന്നത് ഈ പാപ സ്വഭാവമുള്ള ലോകത്തിൽ, അല്ലെങ്കിൽ പാപം നിറഞ്ഞ ലോകത്തിൽ, പാപ സ്വഭാവമുള്ള ജഡത്തിലാണ്. അപ്പൊ ഈ ജഡം അത് ശരിക്കും രക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ? അതിന് ദിനം പ്രതിയുള്ള രക്ഷ ആവശ്യമാണ്. അല്ലെങ്കിൽ വർത്തമാനകാല രക്ഷ എന്ന് പറയും. ദിനം പ്രതി നമ്മൾ രക്ഷിക്കപ്പെട്ടുകൊണ്ടേയിരിക്കണം. നമ്മൾ രക്ഷിക്കപ്പെട്ടു, അത് നമ്മുടെ ആത്മാവാണ്. എന്നാൽ നമ്മുടെ ദേഹി അഥവാ നമ്മുടെ ജഡം അത് ദിനം പ്രതി രക്ഷിക്കപ്പെട്ടുകൊണ്ടേ ഇരിക്കണം. അപ്പൊ അതും കൂടെ കർത്താവിൻ്റെ മരണത്തിൽ ഉള്ളടക്കം ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ കർത്താവ് അതിനും കൂടിയാണ് മരിച്ചിരിക്കുന്നത്. നമ്മുടെ ആത്മാവിനെ രക്ഷിക്കുക, തീർച്ചയായിട്ടും അതുകൊണ്ട്. അത് മാത്രമല്ല, നമ്മുടെ ദേഹി അത് രക്ഷിക്കപ്പെടുവാനും കർത്താവിൻ്റെ പദ്ധതിയിലുണ്ട്. ആ പാപത്തിൻ്റെ ശക്തിയിൽ നിന്ന്, പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്ന് നമ്മൾ വിടുവിക്കപ്പെട്ടു, പാപത്തിൻ്റെ ശക്തിയിൽ നിന്ന് നമ്മൾ വിടുവിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. ഇത് ദിനംപ്രതി നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുകയാണ്. നമ്മൾക്ക് എതിരെ പിശാച് കൊണ്ടുവരുന്ന ഓരോ തന്ത്രങ്ങളെയും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താൽ വിജയിച്ച് മുന്നേറുവാനായിട്ട് നമുക്ക് കഴിയുന്നു. മനുഷ്യൻ എന്നുള്ള നിലയിൽ നമുക്ക് കഴിയത്തില്ല. നമ്മുടെ ആ പഴയ സ്വഭാവം, ജഡം, അതിങ്ങനെ എഴുന്നേറ്റ് വരും. അതിൻ്റെ ശക്തി വളരെയാണ്. പക്ഷേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ ആശ്രയിക്കുമ്പോൾ ഒരു പുതിയ സ്വഭാവം, നമ്മൾ പത്രോസിൻ്റെ ലേഖനത്തിൽ വായിക്കുന്ന ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായെന്നാണ്. അപ്പോൾ ആ ദിവ്യ സ്വഭാവം നമുക്ക് ജീവിച്ചു കാണിക്കാനായിട്ട് സാധിക്കുന്നു. ഇതിൻ്റെ ശക്തിയും എവിടുന്നാണ് തരുന്നത്? ക്രൂശിൽ കർത്താവ് നടത്തിയ ആ തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ആ പ്രവൃത്തിയിൽ നിന്നാണ്. മനസ്സിലായോ? അപ്പോൾ എന്തൊരു വലിയ പരിപാടിയാണ് ഇതിനകത്ത്, എന്തോരും മനോഹരമായ ഒരു സംവിധാനമാണ് കർത്താവ് ചെയ്തിരിക്കുന്നത് എന്ന് ആലോചിച്ച് നോക്കി. കഴിഞ്ഞില്ല, നമ്മുടെ ശരീരം, അതായത് ഈ കാണുന്ന ഈ ശരീരം, ഇപ്പോൾ രോഗമുള്ള അല്ലെ ഒരുപാട് പരിമിതികളുള്ള ഈ ശരീരം, അത് പൂർണ്ണമായും രക്ഷിക്കപ്പെടും, അല്ലെങ്കിൽ തേജസ്കരിക്കപ്പെടും. അതിൻ്റെ ഉറപ്പും കൂടെ നമുക്ക് തന്നിരിക്കുകയാണ്. അപ്പോൾ അതാണ് ആ വാചകത്തിൻ്റെ അർത്ഥം. നമ്മുടെ കർത്താവ് നമ്മളെ പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്ന് വിടുവിച്ചു എന്നുള്ളത് തന്നെ വലിയ കാര്യമാണ്. എന്നാൽ അതിനോടൊപ്പം പാപത്തിൻ്റെ ശക്തിയിൽ നിന്ന് അല്ല, പാപത്തിൻ്റെ സാന്നിധ്യത്തിൽ നിന്ന് പോലും നമ്മുടെ ശരീരം കർത്താവ്, അതെപ്പോഴാണ് സംഭവിക്കുന്നത്? കർത്താവിൻ്റെ വരവെങ്കിലാണ്. തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, ആ പാപത്തിൻ്റെ ആ സാന്നിധ്യത്തിൽ നിന്ന് നമ്മുടെ ശരീരം വിടുവിക്കപ്പെടുവാനായിട്ട് കർത്താവിൻ്റെ വരവെങ്കിൽ ഉയർത്തെഴുന്നേൽക്കുന്ന തേജസ്കരിക്കപ്പെട്ട ശരീരത്തോടുകൂടി ആയിരിക്കും നമ്മൾ ഉയർത്തെഴുന്നേൽക്കുന്ന, അല്ലെങ്കിൽ രൂപാന്തരം പ്രാപിക്കുന്ന. ആ നിലയിൽ ഒരു അനുഗ്രഹിക്കപ്പെട്ട ജീവിതത്തിൻ്റെ ഉറപ്പാണ് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വാക്യത്തിൽ സുവിശേഷം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ പറയുമ്പം മനുഷ്യൻ പാപിയാണ്, പാപത്തിൻ്റെ ശിക്ഷ നരകം അഥവാ മരണമാണ്, അതിൽ രക്ഷപ്പെടാനായിട്ട് കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കണം. വളരെ ലളിതമായിട്ട് നമുക്കങ്ങനെ പറയാം. ഇനി അതിൻ്റെ ഓരോ വിശദീകരണം, അല്ലേ, നമ്മുടെ ആത്മാവ് മരിച്ച അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. അതിനെ ജീവൻ പ്രാപിക്കുവാനായിട്ട് പാപത്തിൻ്റെ ശിക്ഷ അതിൽ നിന്ന് വിടുവിക്കപ്പെടണം. അതിന് കർത്താവായ യേശു ക്രിസ്തുവിനെ വിശ്വസിക്കണം. അങ്ങനെ വിശ്വസിക്കുന്ന ഒരാൾക്ക് ദൈവം അവൻ്റെ നീതീകരണവും അല്ലെങ്കിൽ വിശുദ്ധീകരണവും തേജസ്കരണവും കൂടെ വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. അപ്പോൾ എല്ലാ സുവിശേഷത്തിൻ്റെ 3 തലങ്ങൾ അല്ലെങ്കിൽ 3 കാലങ്ങൾ ഈ ആദ്യത്തെ വാക്യത്തിൽ തന്നെ അപ്പോസ്തലൻ ഉള്ളടക്കം ചെയ്തിരിക്കുകയാണ്. എന്നിട്ടാണ് പറയുന്നത് ഇതല്ലാതെ വേറൊരു സുവിശേഷമില്ല, ഇതിന് വേറൊരു കർമ്മ മാർഗവുമില്ല. വളരെ വ്യക്തമായിട്ട് താൻ അത് പറയുകയാണ്. അല്ലെങ്കിൽ ഈ സ്റ്റേറ്റ്മെന്റ് പറയുമ്പം അപ്പോസ്തലൻ ഇങ്ങനെ ഒരു ചിന്ത അവരുടെ മുമ്പ് വെക്കുകയാണ്. നിങ്ങളുടെ ഇടയിൽ നുഴഞ്ഞു വന്നിരിക്കുന്ന ഈ നുഴഞ്ഞുകയറ്റക്കാർ അല്ലെങ്കിൽ ഈ ദുരുപദേഷ്ടക്കന്മാർ, അവർ പറയുന്ന കർമ്മമാർഗങ്ങൾ കൊണ്ട് ഏതെങ്കിലും കൊണ്ട് ഇങ്ങനെ ഒരു ഉറപ്പ് തരാൻ പറ്റുമോ? വെല്ലുവിളിയാണ്. പറ്റുമോ?
പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്ന്, പാപത്തിൻ്റെ ശക്തിയിൽ നിന്ന്, പാപത്തിൻ്റെ സ്വാധീനത്തിൽ നിന്ന് പോലും രക്ഷിക്കപ്പെടുവാനായിട്ട് മോശിക ന്യായപ്രമാണത്തിന് അങ്ങനെ ഒരു വഴി പറഞ്ഞു തരാൻ പറ്റുമോ? ഇല്ലേ ഇല്ല എന്നുള്ളതായിരുന്നു അതിൻ്റെ ഉത്തരം. അല്ലെങ്കിൽ ആ പ്രമാണങ്ങളെല്ലാം, അല്ല ഇവർ ഉദ്ദേശിക്കുന്ന ഈ അവിടെയുള്ള ലീഗലിസ്റ്റുകൾ, അതായത് കർമ്മമാർഗക്കാർ, അവർ പറയുന്ന ചെയ്ത് കുറേ കാര്യങ്ങൾ ചെയ്ത് ചിലത് നേടുക എന്നുള്ള ആ ആശയം അതെല്ലാം പരാജയപ്പെടുന്നത്, അതെല്ലാം വിഫലമാകുന്നത് ഈ സന്ദേശത്തിൻ്റെ മുമ്പാകെയാണ്. ഇതല്ലാതെ വേറൊരു സുവിശേഷമില്ല. ഇതാണ് തൻ്റെ ആ ലേഖനത്തിൻ്റെ തുടക്കത്തിൽ തന്നെ അപ്പോസ്തലൻ വ്യക്തമാക്കി കാണിക്കാനായിട്ട് ഉദ്ദേശിക്കുന്ന കാര്യം. അപ്പോൾ വന്ദനം എന്ന് പറയുന്നത് മറ്റ് ലേഖനങ്ങളിൽ കാണുന്ന പോലെ ഒരു വലിയ പുകഴ്ത്തലോ അതൊന്നും അല്ലാതെ ഡയറക്റ്റായിട്ട് ഈ ടു ദ പോയിന്റ് ഈ വിഷയം അവതരിപ്പിച്ചുകൊണ്ട് താൻ തുടങ്ങുകയാണ്. ഇനി അതിൻ്റെ 6 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ അതൊരു വളരെ ശക്തമായ അപലപിക്കലാണ്. നമുക്കറിയാം, ഇപ്പോൾ നമ്മുടെ നാട്ടിൽ കേൾക്കുന്ന ഏറ്റവും എല്ലാവർക്കും ഫെമിലിയറായ ഒരു പദപ്രയോഗമാണ് അപലപിക്കുക, അല്ലേ? രാഷ്ട്രീയക്കാർ, നേതാക്കന്മാരൊക്കെ വന്നിട്ട് പറയും ഓരോ കാര്യം നടക്കുമ്പം ഞങ്ങൾ ശക്തമായിട്ട് അതിനെ അപലപിക്കുക. കൊലപാതകത്തെ അപലപിക്കുന്നു, അതുപോലെ അക്രമത്തെ അപലപിക്കുന്നു എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ഇവിടെ ഡിനൻസിയേഷൻ, അതായത് ഇവിടെ മറ്റ് ലേഖനങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് ഈ ലേഖനത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ഒരു ശക്തമായ അപലപനം നടത്തിക്കൊണ്ട് ആരംഭിക്കുകയാണ്. അതായത് നമ്മൾ വായിച്ചാണല്ലോ, ക്രിസ്തുവിൻ്റെ കൃപയാൽ നിങ്ങളെ വിളിച്ചവനെ വിട്ട് നിങ്ങൾ ഇത്ര വേഗത്തിൽ വേറൊരു സുവിശേഷത്തിലേക്ക് മറയുന്നത് കൊണ്ട് ഞാൻ ആശ്ചര്യപ്പെടുന്നു. തൻ്റെ ആ ഒരു അതിശയവും വിസ്മയവും അതുപോലെ ദേഷ്യവും എല്ലാം കൂടെ അങ്ങോട്ട് അപ്പോസ്തലൻ പ്രകടിപ്പിക്കുകയാണ്. നമുക്കറിയാം, കൊരിന്ത്യർ ലേഖനം അപ്പോസ്തലൻ എഴുതിയ പശ്ചാത്തലം ഞാൻ പറയേണ്ട ആവശ്യമില്ല. അവിടെ കുറേ മോറൽ പ്രശ്നങ്ങളുണ്ടായിരുന്നു, അവിടെ കൃപാവരങ്ങളുടെ ദുരുപയോഗം ഉണ്ടായിരുന്നു, ഇങ്ങനെ ഒത്തിരി വിഷയം ഉണ്ടായിരുന്നു. നമുക്ക് പെട്ടെന്ന് ആ കൊരിന്ത്യർ ലേഖനത്തിലേക്ക് ഒന്ന് പോകാം. കൊരിന്ത്യർ ലേഖനം 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം. ഇത്രയും പ്രശ്നമുള്ള, ഇത്രയും MSW മോറൽ സൈഡ് വീക്ക്നെസ് ഒക്കെ ഉണ്ടായിരുന്ന ആൾക്കാരെ അപ്പോസ്തലൻ അവരെ അഭിസംബോധന ചെയ്യുന്നൊന്ന് വായിച്ചു നോക്കി. 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 1 മുതൽ. ദൈവത്താൽ യേശു ക്രിസ്തുവിന്റെ അപ്പോസ്തലൻ വിശുദ്ധീകരിക്കപ്പെട്ടവരും അവിടെയും ഇവിടെയും എവിടെയും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവരോടും കൂടെ വിളിക്കപ്പെട്ട വിശുദ്ധന്മാരുമായവർക്ക് തന്നെ എഴുതുന്നത്, നമ്മുടെ പിതാവായ ദൈവത്തിങ്കൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിങ്കൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. നിങ്ങൾക്ക് ക്രിസ്തുയേശുവിൽ നൽകപ്പെട്ട ദൈവകൃപ നിമിത്തം ഞാൻ എൻ്റെ ദൈവത്തിന് നിങ്ങളെക്കുറിച്ച് എപ്പോഴും സ്തോത്രം ചെയ്യുന്നു. ക്രിസ്തുവിന്റെ സാക്ഷ്യം നിങ്ങളിൽ ഉറപ്പായിരിക്കുന്നത് പോലെ അവനിൽ നിങ്ങൾ സകലത്തിലും, വിശേഷ സകല വചനത്തിലും സകല വിജ്ഞാനത്തിലും സമ്പന്നരായി തീർന്നു. ഇങ്ങനെ നിങ്ങൾ ഒരു കൃപാവരത്തിലും കുറവില്ലാത്തവരായി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷത കാത്തിരിക്കുന്നു. മതി. ഞാൻ ആ പ്രയോഗങ്ങൾ ഒന്ന് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇത് വായിപ്പിച്ചത്. അതായത് നമുക്കറിയാം അവിടുത്തെ പശ്ചാത്തലം. ഇത്രയും പ്രശ്നക്കാരുള്ള, ഇത്രയും കുഴപ്പം പിടിച്ച ഒരു സ്ഥലത്ത് അവരുടെ ആ കുഴപ്പങ്ങളെ കുറിച്ചൊക്കെ പറയുന്നതിന് മുമ്പേ എന്താണ് നല്ല കാര്യങ്ങളൊക്കെ പറയുക. അതായത് നിങ്ങളൊരു കൃപാവരത്തിലും കുറവില്ലാത്തവരാണ്, നിങ്ങളെ ഓർക്കുമ്പോൾ ഞാൻ ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു, ക്രിസ്തുവിൻ്റെ സാക്ഷ്യം നിങ്ങളിൽ ഉറപ്പായിരിക്കുന്നു. എന്തെങ്കിലും നല്ലതുണ്ടെങ്കിൽ അതാണ് വേണ്ടത് കേട്ടോ. എന്നാൽ ഇവിടെ ആ നല്ലതുള്ളതൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു എന്താ പറയുന്നത്, ഒന്നൊന്നും മെല്ലെ പോകാനായിട്ടൊരു സാവകാശം ഇല്ല ഇവിടെ. ഒന്നും പറയാനില്ലെന്നല്ല, പക്ഷേ ഇവിടുത്തെ വിഷയം അത്ര ഗുരുതരമാണ്. അപ്പം നിങ്ങൾ ചോദിക്കും, അല്ലെങ്കിൽ വായിക്കുന്ന ആർക്കും തോന്നും, ഇതിപ്പോൾ എന്താ ഇങ്ങനത്തെ ഇത്രയും ധാർമ്മികമായ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ, ഇവർ വന്നിട്ട് ഇച്ചിരി മാർഗങ്ങളോട് ചെയ്യണം, മറ്റേത് അവർ പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ചിട്ടില്ലല്ലോ എന്നൊക്കെ ഒരുപക്ഷെ ചോദ്യം ഉണ്ടായേക്കാം. മനസ്സിലായോ? അതിന് ഇത്ര ശക്തമായിട്ട് ഒരു നല്ല വാക്ക് പറയുന്നതിന് മുമ്പേ ഇവരെ അപലപിക്കണം. ഇവരെ നല്ല വാക്കൊക്കെ പിന്നെയും പറയുന്നത്, നല്ല വാക്ക് പറയാനില്ലായകയില്ല, കഴിയുമെങ്കിൽ നിങ്ങൾ കണ്ണ് എനിക്ക് ചൂഴ്ന്നെടുത്ത് തരുമായിരുന്നെന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ നല്ല കാര്യങ്ങളല്ലേ. പക്ഷേ അതൊന്നും പറയുന്നതിന് മുമ്പേ അങ്ങോട്ട് കണ്ടപ്പോഴേ വെടിവെക്കുകയാണ്, അറ്റാക്ക് ചെയ്യുകയാണ്. ഇത്ര വേഗം വേറൊരു സുവിശേഷത്തിലേക്ക് നിങ്ങൾ മറിയുന്നത് എങ്ങനെ എന്ന് പറഞ്ഞ് അതിൽ ആശ്ചര്യം രേഖപ്പെടുത്തുകയാണ്. എന്തായിരിക്കും കാര്യം? ഒന്ന് ആലോചിച്ച് നോക്കി. വളരെ ഗുരുതരമായ ധാർമ്മിക അധപതനവും അതുപോലെ സഭയിൽ ഒരുപാട് പ്രശ്നങ്ങളും ഭിന്നതയും, എന്തൊക്കെ പക്ഷങ്ങളാണ് അല്ലേ, എന്തെല്ലാം വിഷയങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. ഒരു സഭയിൽ ഉണ്ടാകാവുന്ന പ്രശ്നങ്ങളെല്ലാം അവിടെ ഉണ്ടായി. അങ്ങനെയുള്ള ആ കൊരിന്ത്യരെ ഇത്രയും പ്രോത്സാഹിപ്പിച്ച് അവർക്ക് അപ്രീസിയേഷനൊക്കെ കൊടുത്ത് ഒരു ഇൻട്രൊഡക്ഷൻ എഴുതിയിട്ട് പിന്നെ പതിയെ വിഷയത്തിലേക്ക് വരികയാണ്. എന്നാൽ ഇവിടെ ഈ ഗലാത്യരെ ഡയറക്റ്റ് അറ്റാക്ക് ചെയ്യാണ്. ഇത്ര വേഗം നിങ്ങൾ വേറൊരു സുവിശേഷത്തിലേക്ക് മാറിയുന്നത്
എന്തായിരിക്കും കാര്യം? ഗൗരവമുള്ള വിഷയമാണ്. ഒറ്റ വാക്കിൽ അത് തന്നെയാണ് ഉത്തരം. ഇനി ഞാൻ ആ വിഷയത്തിന്റെ ഗൗരവം എന്താണ് എന്ന് പറയാം. അതായത് മറ്റേതൊരു ജീവിത രീതിയുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ഇതൊരു ഡോക്ട്രിനൽ അപ്പോസ്റ്റേസിയാണ്, അല്ലെങ്കിൽ ഒരു ഉപദേശത്യാഗമാണ്. മനസ്സിലായോ? സാധാരണ ഇത് എന്താണ് ഇതിന്റെ പ്രാധാന്യം എന്ന് പറഞ്ഞാൽ, നമ്മളൊക്കെ പലപ്പോഴും ഒരു പക്ഷേ ലൈറ്റായിട്ട് എടുത്തേക്കാവുന്ന ഒരു വിഷയമാണിത്. അതായത് പൊതുവെ എങ്ങനെ ആൾക്കാർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഈ ഒത്തിരി പ്രസംഗിച്ചിട്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല, ജീവിച്ച് കാണിക്കണം, അല്ലേ? യാക്കോബിന്റെ ലേഖനമൊക്കെ എടുത്തേച്ച് ആൾക്കാർ അങ്ങ് പറയുകയാണ്, നീ വിശ്വസിക്കുന്നെന്ന് പറഞ്ഞിട്ട് പ്രവർത്തിക്കുന്നില്ലെങ്കിൽ ഇതുകൊണ്ടൊന്നും പ്രയോജനമില്ല, അതെല്ലാം നിഷ്ഫലമാണ്, കപടമാണ്. സത്യമാണ്, നമുക്ക് വാക്യമുണ്ട്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ഈ ഇങ്ങനെ ഉള്ള ഒരു ചിന്ത അത് നമ്മളെ ഭരിക്കുന്നുണ്ടെങ്കിൽ, അല്ല അത് ആരെങ്കിലും ഭരിക്കുന്നുണ്ടെങ്കിൽ, അതിൻ്റെ അകത്ത് പിശാചിൻ്റെ ഒരു വലിയ ട്രിക്കുണ്ട്. അത് നമ്മളെ ഈ ഉപദേശം എന്ന് പറഞ്ഞതിനെ ലൈറ്റായിട്ട് എടുക്കാൻ, ഉപദേശം വേണമെന്നല്ല പറഞ്ഞത്, അതിനെ ലൈറ്റായിട്ട് എടുക്കാനായിട്ട് നമ്മളെ പ്രേരിപ്പിക്കും. അത് ഭയങ്കര അപകടമാണ്. മനസ്സിലായോ? ഉപദേശം എന്നുള്ളത് അതിൽ സ്ട്രോങ് ആകാതെ, അല്ല അതിൽ ഉറച്ചു നിൽക്കാതെ ഒരിക്കലും നമുക്കൊരു നല്ല ജീവിതം ജീവിക്കാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ പറയാണ്, നമ്മൾ മനുഷ്യൻ്റെ ആ ഒരു കാഴ്ചപ്പാടിൽ എത്ര നല്ല ജീവിതം ജീവിച്ചാലും ശരിയായ ഉപദേശത്തിലല്ലെങ്കിൽ ഇതിനെല്ലാം വാല്യൂ എന്ന് പറയുന്നത് ബിഗ് സീറോ ആയിരിക്കും. നിങ്ങളൊരു പഞ്ചായത്ത് ഇലക്ഷൻ നിന്നാൽ ചിലപ്പോൾ തിരഞ്ഞെടുക്കപ്പെടുമായിരിക്കും, കാരണം നല്ലൊരു ജീവിതം ഉള്ളതുകൊണ്ട്, അല്ലെങ്കിൽ അയൽവക്കംകാരും മറ്റുള്ളവരൊക്കെ നല്ല അഭിപ്രായം പറയുമായിരിക്കും. പക്ഷേ നമ്മുടെ ആത്മീയ വിഷയത്തിൽ കർത്താവ് മാർക്കിടുമ്പോൾ ദൈവം സാക്ഷ്യം പറയുന്നവനാണല്ലോ കൊള്ളാവുന്നവൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ വിഷയത്തിൽ ഈ ഉപദേശത്തിലെ ഉറച്ചു നിൽക്കുക, അതാണ് അപ്പോസ്തലന്റെ തീം വേർഡ്സ്. അതായത് നമ്മൾ പറഞ്ഞല്ലോ 5-ാം അധ്യായത്തിൽ 1-ാം വാക്യം, സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മളെ സ്വതന്ത്രരാക്കി, അതിൽ ഉറച്ചു നിൽക്കണം. ഈ ഉപദേശം എന്നുള്ളതിൽ അതിൽ ഉറച്ചു നിന്നില്ല, അതിൽ നിന്നൊരു വ്യതിയാനം. ഇവരുടെ പ്രശ്നം, ഇവരെന്ത് നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞാണ്, ഗലാത്യരുടെ പൊതു സ്വഭാവം, എന്ത് ചെയ്യും, വ്യതിയാനമൊക്കെ വരുന്നതിന് പെട്ടെന്ന് അങ്ങോട്ട് സസെപ്റ്റബിൾ ടു ചേഞ്ച് ആണ്, എന്ത് പെട്ടെന്ന് സ്വീകരിക്കുന്ന സ്വഭാവമാണ്. പക്ഷേ അത് പാടില്ല. അപ്പൊ കൊരിന്ത്യർ ലേഖനത്തിലെ പിന്നെ ആ അവതരണത്തിന് വ്യത്യസ്തമായി ഇവിടെ പൗലോസ് ഈ കാര്യം സൂചിപ്പിക്കുന്നതിന്റെ പിന്നിലെ രഹസ്യം എന്ന് പറയുന്നത്, ഒരു കാരണവശാലും ഇത് വിട്ടുകൊടുക്കാനായിട്ട് പാടില്ല. ഇറ്റ്സ് എ തിയോളജിക്കൽ ഡിഫെക്ഷൻ, അതായത് ദൈവശാസ്ത്രപരമായിട്ടുള്ള ഒരു വ്യതിയാനമാണിത്. അതിൽ പോയാൽ ബാക്കി എത്ര നല്ല പ്രവൃത്തിയോ എന്തെല്ലാം സൽക്കർമ്മങ്ങളോ എന്തൊക്കെ ഉണ്ടെങ്കിലും നിലനിൽക്കാനായിട്ട് പറ്റത്തില്ല. പ്രിയപ്പെട്ടവരെ, ഞാൻ ഇങ്ങനെ പറഞ്ഞ് അത് അവസാനിപ്പിക്കട്ടെ. അതായത് നമ്മൾ സൽക്കർമ്മങ്ങൾക്കായിട്ട്, അല്ലെ സൽപ്രവൃത്തികൾക്കായിട്ടാണ് നമ്മളെ ക്രിസ്തുയേശുവിൽ സൃഷ്ടിച്ചിരിക്കുന്നത്. എഫെസ്യ ലേഖനത്തിലെ വാക്യമാണ്. പക്ഷേ ഈ സൽക്കർമ്മത്തിനായിട്ട് നമ്മൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്, അല്ലെ ആ സൽക്കർമ്മങ്ങളൊക്കെ വാലിഡ് ആവുന്നത് ഇഫ് ആൻഡ് ഓൺലി ഇഫ് ശരിയായ ഉപദേശത്തിൽ നമ്മൾ നിലനിന്നിട്ട് ഈ സൽക്കർമ്മം ചെയ്യുമ്പോഴാണ്. കാരണം ഇത് സ്വർഗത്തിൽ ഇതിന് ഒരു വില കൽപ്പിക്കപ്പെടണമെങ്കിൽ ഇത് മാത്രമാണ് പ്രമാണം, വേറൊരു മാർഗ്ഗമില്ല. അല്ലാതെ നമ്മൾ ചെയ്യുന്ന ഏത് സൽക്കർമ്മവും ഭൂമിയിലെ നമ്മുടെ മറ്റുള്ളവർ പറയുന്ന നല്ല വാക്ക്, അല്ലെ അതിന് കിട്ടുന്ന ഏതെങ്കിലും മോണിറ്ററി ബെനിഫിറ്റ്സ്, അല്ലെ എന്തെങ്കിലും ബെനിഫിറ്റ്സ് ആയിക്കോട്ടെ, അതുകൊണ്ട് തീരും എന്നുള്ളത് പറയാൻ അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കാനായിട്ട് ഇടയായിരുന്നു. അതുകൊണ്ടാണ് ഈ വിഷയം, അതായത് ഒരു ഡോക്ട്രിനൽ ഡിഫെക്ഷൻ, അതായത് ഉപദേശപരമായ തിയോളജിക്കലായിട്ടുള്ള ദൈവശാസ്ത്രപരമായ ഒരു ഭയങ്കര വ്യതിയാനം ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ട്. അവർ തെന്നി മാറിപ്പോവുക, വഴുതി വീഴുക, അതല്ലേ പ്രയോഗം. നിങ്ങൾ ഇത്ര വേഗം വേറൊരു സുവിശേഷത്തിലേക്ക് മറിയുക, ആ കാര്യം സംഭവിക്കുന്നത് കൊണ്ട് ഇവരെ നല്ല വാക്കൊന്നും പറഞ്ഞ് സുഖിപ്പിച്ച് ആശ്ലേഷിച്ച് അവരെ പ്രൈസ് ചെയ്തൊന്നും നിർത്താനുള്ള അവസരമില്ല, അതിനുള്ളൊരു സമയമില്ല, അതിനുള്ള സാവകാശമില്ല. ഒറ്റയടിക്ക് നേരെ താൻ വിഷയത്തിലേക്ക് കടക്കുകയാണ്. ഗലാത്യരുടെ ഈ പ്രോസസ് ഓഫ് ടേണിങ് ഔട്ട്, അതായത് ഈ തിരിഞ്ഞു പോകുന്ന, മറിയുന്ന ഈ സ്വഭാവം, അത് നമ്മൾ ഒറ്റ വാക്കിൽ അവിടെ നിങ്ങൾ ഇത്ര വേഗം വേറൊരു സുവിശേഷത്തിലേക്ക് മറിയുന്നു എന്ന് എഴുതിയിരിക്കുന്നെങ്കിൽ അതൊരു സീരീസ് ഓഫ് പ്രോസസ്സാണ്. ഒരു ചില തിരിഞ്ഞു വരുന്നത് ഒരു പടിപടിയായിട്ട് സംഭവിക്കുന്ന എന്തൊക്കെയാണെന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. ഒന്നാമത് എന്താണ്, നിങ്ങൾ ഇത്ര വേഗം നിങ്ങളെ വിളിച്ചവനെ വിട്ട് നിങ്ങൾ ഇത്ര വേഗം വേറൊരു സുവിശേഷത്തിലേക്ക് മറിയുന്നത് കൊണ്ട് ഞാൻ ആശ്ചര്യപ്പെടുന്നു. ഇത് ഭയങ്കര ഗുരുതരമായ ഒരു വിഷയമാണ്. ഈ ഡിപ്പാർച്ചർ എന്ന് പറയുന്നത് വാസ് നോട്ട് സിംപ്ലി ഫ്രം എ സിസ്റ്റം ഓഫ് തിയോളജി, ഒരു ദൈവശാസ്ത്രത്തിലെ അല്ലെങ്കിൽ ഒരു ഉപദേശ ഇതിലെ ഒരു ഭാഗത്തിൽ നിന്നുള്ള ഒരു പിന്മാറ്റം മാത്രമല്ല, പിന്നെ ഇത് ആരിൽ നിന്നുള്ള പിന്മാറ്റമാണ്? വിളിച്ചവനെ വിട്ട്. ശ്രദ്ധിക്കണം കേട്ടോ, ആ പോയിന്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ്. നിങ്ങൾ എങ്ങോട്ടാണ് പിന്മാറുന്നത്? വിളിച്ചവനെ വിട്ട്. ഡിസേർട്ടിങ് എന്ന വാക്കാണ് മൂലഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്നതെന്നാണ് ഞാൻ പല
കമൻ്ററി ഒക്കെ വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്കാക്കുക, അതായത് സൈന്യത്തിൻ്റെ പിന്മാറ്റമാണ് ശരിക്കും അത് ഉദ്ദേശിക്കുന്നത്. വളരെ ഇപ്പം യുദ്ധമൊക്കെ മുറിയിരിക്കുന്ന സമയത്ത് ക്രൂരമായിട്ട് മുറിവേറ്റ് ഒരു രക്ഷയില്ലാത്ത ഒരാളെ പിന്നെ എന്ത് ചെയ്ത് അവൻ്റെ അടുത്ത് നിന്ന് സൈനികർ എന്ത് ചെയ്യത്തില്ല, സമയം കളത്തില്ല, അവനെ ഉപേക്ഷിച്ചിട്ട് പോവുക ചെയ്യുന്നു. മനസ്സിലായോ? ദാറ്റ് ഈസ് ഡിസേർട്ടിങ്. ഇതുപോലെ കർത്താവിനെ വിട്ടിട്ട് വേറൊരു സുവിശേഷത്തിലേക്ക് മറിയുമെന്ന് ആലോചിച്ച് നോക്കിയാൽ എന്തൊരു ഗതികെട്ട ഒരവസ്ഥയാണ് ഇത്. അപ്പൊ വെറുതെ നിങ്ങൾ വേറൊരു ഉപദേശം കൈക്കൊള്ളുകയല്ല, പിന്നെ സത്യത്തിൽ ഒന്നാമത്തെ പടി എന്താണ്? ദിസ് ഡിപ്പാർച്ചർ അവർ സംഭവിക്കുന്നത് ഒരു ഉപദേശത്തിൽ നിന്നല്ല, മറിച്ച് ദൈവത്തിൽ നിന്ന് തന്നെയാണ്. ഫ്രം ഗോഡ് ഹിംസെൽഫ്, വൺ ഹു കോൾഡ് ദം ബൈ ദ ഗ്രേസ് ഓഫ് ക്രൈസ്റ്റ്. കർത്താവിന്റെ കൃപയാൽ അവരെ വിളിച്ച ഈ ദൈവത്തിൽ നിന്നാണ് അവർ പിന്മാറുന്നത്. ഒന്നാമത്. രണ്ട്, ദേ ആർ ടേണിങ് അവേ ഫ്രം ദ ട്രൂത്ത്. അവർ സത്യത്തിൽ നിന്ന് പിന്മാറി പോവുകയാണ്. നമ്മുടെ കർത്താവ് യേശുക്രിസ്തു പറഞ്ഞു, സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും, സത്യത്തിൽ നിലനിൽക്കണം. പക്ഷെ സത്യത്തിൽ നിന്ന് പിന്മാറിപ്പോയാൽ പിന്നെ എങ്ങനെയാ സ്വാതന്ത്ര്യം കിട്ടുന്നത്? ഇവരുടെ പ്രശ്നം ആ അടിമത്തത്തിലേക്ക് അവർ പിന്നെയും പോകുമായിരുന്നു. അതുകൊണ്ടാണ് പറഞ്ഞ അടിമത്തത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത്. ആ വാക്യം നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കണം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇങ്ങനെ കൂടെ ഓർപ്പിക്കുകയാണ്. അടിമത്തത്തിൽ പിന്നെയും കുടുങ്ങിപ്പോയി. സ്വാതന്ത്ര്യത്തിനായിട്ട് നമ്മളെ വിളിച്ചിരിക്കുകയാണ്. നമ്മൾ സത്യത്തിൽ നിന്ന് മാറിപ്പോയാൽ യഥാർത്ഥമായ സ്വാതന്ത്ര്യം അനുഭവിക്കാൻ പറ്റത്തില്ല. ആ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കണമെന്നുണ്ടെങ്കിൽ സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. സത്യം നമ്മൾ മനസ്സിലാക്കുകയാണ് ചെയ്യേണ്ടത്. ഇനി അപ്പോൾ ഒന്ന്, ദൈവത്തിൽ നിന്നാണ് അവർ പിന്മാറുന്നത്. രണ്ട്, അവർ സത്യത്തിൽ നിന്ന് മാറി പോകാനായിട്ട് വളരെ അകന്നു പോകാനിടയായി തീർന്നു. മാത്രമല്ല സോ ക്യുക്ലി, ഇത്ര വേഗം ഇവരുടെ സഭ സ്ഥാപിച്ചു എന്നാന്ന് നമ്മൾ കഴിഞ്ഞ ആഴ്ച ഞാൻ എൻ്റെ ഒരു കാലക്രമം പറയുണ്ടായി. അവരുടെ ഒന്നാമത്തെ മിഷണറി യാത്രയിൽ ആണ് ഈ സഭ സ്ഥാപിച്ചത്. ഒന്നാമത്തെ മിഷണറി യാത്ര AD 48 ഒക്കെയാണ് അവസാനിക്കുന്നത്. അവിടെ നിന്ന് അവർ തിരിച്ച് ഈ അന്ത്യോക്യയിലേക്ക് വന്നിട്ട് 1 വർഷം തികയുന്നില്ല. മനസ്സിലായോ? അത്ര പെട്ടെന്നാണ് ഈ ദുരുപദേശം അവിടെ കടക്കാനായിട്ട് ഇടയായിത്തീരുന്നത്. പിശാചിന്റെ വഞ്ചന നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. അവര് ഇത്രയും പുതിയ വിശ്വാസികളായിരിക്കുമ്പോൾ അവര് വളരെ എന്താ പറഞ്ഞത്, ഒരു പരിജ്ഞാനമൊന്നും പ്രാപിച്ചു വരുന്നില്ല, അതിനുള്ള കാലമായില്ല. അതിന് മുമ്പ് തന്നെ ഈ വിഷവിത്തുകൾ അതിൻ്റെ അകത്ത് കൊണ്ടിടാനായിട്ട് ഇടയായിരുന്നു. എപ്പോഴും നമ്മൾ എന്താ പറയുക, ഒരാൾ മുന്നോട്ട് വരുമ്പോൾ അല്ലെങ്കിൽ പിന്നെ പുതുതായിട്ട് രക്ഷിക്കപ്പെട്ട് ഒരാൾ വരുമ്പോൾ അവർ അടിസ്ഥാന ഉപദേശങ്ങൾ കൃത്യമായി മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്യണമെന്ന് പറയുന്നതിൻ്റെ ആവശ്യമില്ല. ആദ്യമേ തന്നെ കളവുണ്ടോ വിതച്ചാൽ തന്നെ പറ്റുക, ഇതിലേതാ സത്യം, ഇതിലേതാ കുഴപ്പം, ഇതൊന്നും തിരിച്ചറിയാൻ വയ്യാതെ വരും. പിന്നെ നമ്മൾ അതിനകത്ത് കിടന്ന് കുഴയാനിടയായിട്ടും. അതുകൊണ്ട് തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് നമ്മളെ രക്ഷിക്കപ്പെടുവാൻ സഹായിക്കുന്നത്, അതിന് കാരണമായിരിക്കുന്നത്. ആ പരിശുദ്ധാത്മാവിനാൽ ഒരു വ്യക്തി ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഉപദേശങ്ങൾ മനസ്സിലാക്കുവാനായിട്ട് അതിൽ വളരാനായിട്ട് സാധിക്കും. പക്ഷെ നമ്മുടെ ബോധപൂർവമായ ആഗ്രഹവും പ്രാർത്ഥനയും അതിലുണ്ടാകണം എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. എന്നാൽ പിശാചിന്റെ വഞ്ചന അവിടെ തന്നെ ഒന്നാമത്തെ ദിവസം തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇവിടെ ഇവരെ എന്ത് ചെയ്തു? അവർ ദൈവത്തിൽ നിന്ന് പിന്മാറി, അവർ സത്യത്തിൽ നിന്ന് അകന്നുപോയി. മൂന്നാമത്, വളരെ പെട്ടെന്നായിരുന്നു അവരുടെ പിന്മാറ്റം. നാലാമത് ഒരു കാര്യം കൂടെ സംഭവിച്ചു. അവര് ഈ സുവിശേഷത്തെ വികൃതമാക്കി. പെർവേർട്ടഡ് ഗോസ്പൽ എന്ന് പറയും. അതായത് സുവിശേഷം വേറൊരു ഉള്ളരായ രീതിയിൽ ഇപ്പൊ അപ്പോസ്തലൻ പറഞ്ഞു കേൾപ്പിച്ചു. തൊട്ട് മുമ്പ് നമ്മളിപ്പോൾ ചിന്തിച്ചതുള്ളൂ. അതായത് ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം തന്നെത്താൻ ഏൽപ്പിച്ച പിന്നെ നമ്മളെ കേവലം രക്ഷിക്കുക എന്നുള്ളതിനേക്കാൾ ഉപരി സമ്പൂർണ്ണമായി രക്ഷിക്കാൻ, എബ്രായ ലേഖനത്തിലെ ഭാഷയിൽ പറഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മുടെ ആത്മാവിന്റെ രക്ഷയും ശരീരത്തിന്റെയും ദേഹിയുടെയും ഭാവിയിൽ ശരീരത്തിന്റെയും രക്ഷയും കൂടെ ഉൾപ്പെടുന്ന ഒരു കംപ്ലീറ്റ് പാക്കേജ് ആയിട്ട് നമ്മളെ രക്ഷിക്കാനായിട്ട് ദൈവം പദ്ധതിയിട്ട് തന്നെത്താൻ അതിനുവേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. ഇതാണ് സുവിശേഷം. ഇതിന് യാതൊരു കർമ്മത്തിന്റെ ആവശ്യമില്ല. കൃപയാൽ വിശ്വാസം എന്ന ലളിതമായ ദൈവവ്യവസ്ഥയിൽ ആശ്രയിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിലൂടെ നിങ്ങൾക്ക് ഇത് നേടാനായിട്ട് സാധിക്കും. ഇതിനപ്പുറം ഒരു സുവിശേഷമില്ല. ഈ പ്യുവർ ഗോസ്പലിനെ എന്ത് ചെയ്തു? പെർവേർട്ടഡ് ഗോസ്പൽ, അതായത് വികൃതമായ രീതിയിൽ അതിനെ മലിനമാക്കി അവതരിപ്പിക്കാൻ ഇടയായിട്ട് തീർന്നു. അപ്പോസ്തല പ്രവൃത്തി 15-ാം അധ്യായത്തിൽ 24-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 15-ാം അധ്യായത്തിന് 24-ാമത്തെ വാക്യം. പ്രവൃത്തികളുടെ പുസ്തകം 15-24 കൊടുക്കാതെ ചിലർ ഞങ്ങളുടെ ഇടയിൽ നിന്ന് പുറപ്പെട്ട് നിങ്ങളെ വാക്കുകളാൽ ഭ്രമിപ്പിച്ച് നിങ്ങളുടെ ഹൃദയങ്ങളെ കലക്കിക്കളഞ്ഞു എന്ന് കേട്ടുകൊണ്ട് ഞങ്ങൾ ചില പുരുഷന്മാർ. മതി. അതായത് വിഷയം ഇതാണ്. യാക്കോബ് ഒരു എഴുതുകയാണ്.
അപ്പോസ്തലന്മാരെ, അതായത് പൗലോസിന്റെയും ബർന്നബാസിന്റെയും കയ്യിൽ ഇത് കൊടുത്തു വിട്ടിട്ട് വായിക്കത്തക്ക വിധം എന്താണ് ഈ വിഷയത്തെ സംബന്ധിച്ചുള്ള അവരുടെ തീരുമാനം എന്ന് പറയാനായിട്ട് എഴുതുന്നതാണ്. അപ്പൊ അതിലെ ആ ഒരു പ്രധാന ഭാഗം ഇതാണ്: ചിലരെന്ത് ചെയ്തു? നിങ്ങളെ ഭ്രമിപ്പിച്ചു, കലക്കി. 2 വാക്കുകൾ. ഇതാണ് ശരിക്കും പിശാചിന്റെ തന്ത്രം എന്ന് പറയുന്നത്. യെരുശലേം കൗൺസിലിൽ അവരെടുത്ത തീരുമാനങ്ങൾ അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആ വാചകം അവിടെ എഴുതിയിരിക്കുന്നത്. പക്ഷെ അവിടുത്തെ വാക്കുകൾ ഇതാണ്: ഭ്രമിപ്പിച്ച് കലക്കാനായിട്ട് ഇടയായിത്തീരും. പിശാചിന്റെ തന്ത്രം കഴിഞ്ഞ ആഴ്ച ഞാൻ അതിനെക്കുറിച്ച് ചെറിയൊരു സൂചന തന്നാണ്. ഐദർ കൺവിൻസ് ഓർ കൺഫ്യൂസ്. ഇത് ഭയങ്കരമാണ്. ഇത് ഒന്നാമത്തെ ദിവസം മുതൽ ഫ്രം ദ വെരി ബിഗിനിങ് ഏതിനിൽ ആരംഭിച്ച അവന്റെ തന്ത്രമാണ്. ഹവ അമ്മച്ചിയോട് ചോദിച്ചു, വാസ്തവമായിട്ട് ഈ പഴം തിന്നരുതെന്ന് കൽപ്പിച്ചിട്ടുണ്ട്. ദൈവം കൽപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ മതി. വാസ്തവമായി കൽപ്പിച്ചിട്ടുണ്ടോ? ഒന്നും കൂടെ ഒരു സ്ട്രെസ്സൊക്കെ കൊടുക്കുമ്പോൾ ആരാണെങ്കിലും ചിലപ്പോൾ ഒന്ന് സംശയിച്ചു പോകും. അവിടെ അത് തന്നെ പറ്റി. മനസ്സിലായോ? ഐദർ കൺവിൻസ് ഓർ കൺഫ്യൂസ്. ഈ കൺഫ്യൂഷൻ, ഈ കലക്കം എന്ന് പറയുന്നത് പിശാചിന്റെ ഏറ്റവും വലിയ ട്രിക്കാണ്. അതുകൊണ്ടാണ് ഈ സുവിശേഷം വികൃതമാക്കി കലക്കി ഇങ്ങനെ അവതരിപ്പിക്കാനായിട്ട് ഇടയായി തീർന്നത്. സുവിശേഷത്തിൽ നിന്ന് വിശ്വസിക്കാതിരിക്കുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും എന്താ പറയുന്നത്, ഇനി ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഗുരുതരമായ പ്രശ്നമാണ് എന്ത്? വികൃതമായ സുവിശേഷം അവിശ്വസിക്കുക, അംഗീകരിക്കുക എന്ന് പറയുന്നത്. രണ്ടും ഒരുപോലെ നാശത്തിലേക്കാണ് പോകുന്നത്. ഞാൻ പറയും രണ്ടാമത്തേത് കൂടുതലാണ്. എന്താ കാര്യം? ആദ്യം അംഗീകരിക്കാത്തവൻ ഒരുപക്ഷെ പിന്നെയും നല്ലത് ശരിയായിട്ട് അംഗീകരിക്കാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. ഈ രണ്ടാമത്തെ വികൃതമാക്കപ്പെട്ട, മലിനമാകപ്പെട്ട വേറൊരു സുവിശേഷം അംഗീകരിച്ചു പോയാൽ ഇത് ശരിയാണെന്ന് വെച്ചായിരിക്കും ഈ പാവത്താൻ മുമ്പോട്ട് പോകുന്നത്. എന്നേക്കുമായിട്ടുള്ള നാശത്തിലേക്ക് പോകാനിടയായിത്തീരും. യെരമ്യാ പ്രവാചകൻ ഈ കാര്യത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ആ ജനത്തിന്റെ അധപ്പതനം നമ്മൾ വായിച്ചിട്ടുള്ളതാണ്. യെരമ്യാവിന്റെ പുസ്തകം 2-ാം അധ്യായം 13-ാം വാക്യം ഓർക്കുന്നുണ്ടോ? ഈ ജനം 2 അതിക്രമം ചെയ്തിട്ടുണ്ട്. ഒന്ന്, അവര് ജീവജലത്തിന്റെ ഉറവയായ എന്നെ, അതായത് യഹോവയായ ദൈവത്തെ ഉപേക്ഷിച്ചു. പിന്നെ അവിടെ കൊണ്ട് നിർത്തിയില്ല, പൊട്ടക്കിണറുകളെ അന്വേഷിച്ച് പോവുക, അല്ലെ അതില് പോയിട്ട് സുഖം കണ്ടെത്തുകയാണ്. ആലോചിച്ച് നോക്കിയേ, സെയിം തിങ്. പ്രവാചകൻ പറഞ്ഞ അതേ കാര്യം. ജീവജലത്തിന്റെ ഉറവയെ ഉപേക്ഷിച്ചു, പൊട്ടക്കിണറിനെ അന്വേഷിച്ചു പോയി. ഇവിടെ യഥാർത്ഥമായ നല്ല സുവിശേഷം വളരെ സിമ്പിളായിട്ട്, ലളിതമായിട്ട്, അപ്പോസ്തലൻ എത്ര ലളിതമായിട്ടാണ് അവതരിപ്പിച്ചതെന്ന് ആലോചിക്കുക. ആ വാക്യത്തിൽ നമ്മൾ പിന്നെയും ഞാനത് പറയുന്നില്ല. അവതരിപ്പിച്ച ആ സുവിശേഷം അത് അംഗീകരിച്ചാൽ മതി, അതിൽ ആശ്രയിച്ചാൽ മതി. പക്ഷെ അതിന് പകരം വേറൊരു സുവിശേഷം അത് അവരെ തെറ്റിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അതിന്റെ 8-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. ഗലാത്യർ 1:8. ഒരു കാര്യം അപ്പോസ്തലൻ പറയാണ്, ഞങ്ങൾ നിങ്ങളോട് അറിയിച്ച ഈ സുവിശേഷത്തിന് വിപരീതമായിട്ട് ഞങ്ങളാകട്ടെ, അല്ലെ ഞാനാകട്ടെ, സ്വർഗത്തിൽ നിന്നൊരു ദൂതനാകട്ടെ നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ട. ഒരു ശാപവാക്ക്, ലെറ്റ് ഹിം ബി ഇറ്റേണലി കണ്ടംപ്ഡ് എന്നാണ് എഴുതിയിരിക്കുന്നത്. അവൻ നിത്യമായും ശപിക്കപ്പെട്ടവൻ, യാതൊരു സംശയവുമില്ല. പങ്ങളുടെ 2 പള്ളികൾ വഴിയരികിലുണ്ടല്ലോ, അറിയാമല്ലോ നിങ്ങൾക്ക്. അതിലെ അങ്ങോട്ട് പോകുമ്പോൾ ഞായറാഴ്ച ഒരു രാവിലെ 9 മണി ആ സമയത്തൊക്കെ ഞാൻ ഇടയ്ക്കൊക്കെ പോകാൻ ഇടയായപ്പോൾ കേട്ടിട്ടുണ്ട്. ഇതേ വാചകം അവരൊരു പാട്ടായിട്ട് എല്ലാ ആഴ്ചയിലും പാടും. ഫുൾ എനിക്കറിയത്തില്ല. പൗലോസ്ലീഹ ധന്യം ചൊൽ കേട്ടതിന് ദേവം ഞങ്ങളെ നിങ്ങളറിയിച്ചതൊഴി ചിങ്ങൊരുവൻ വന്നറിയിച്ചാൽ വാനവനെങ്കിലും ആദൂതൻ താനേൽക്കും സഭയും ശാപം. എല്ലാ ആഴ്ചയിലും നീട്ടിയ ഒരു പാടുക എന്ന് പറഞ്ഞാൽ പൗലോസ്ലീഹ ധന്യം ചെയ്യലിൽ കേട്ട് അരുളി ചെയ്ത് തന്നെ ഗലാത്യ ലേഖനത്തിലെ 1-ാം അധ്യായത്തിലെ 8-ാമത്തെ വാക്യം. ഞങ്ങളെ പൗലോസ് നിങ്ങളെ അറിയിച്ചതൊഴിച്ചിട്ട്, ഞങ്ങൾ അറിയിച്ചതൊഴിച്ചിട്ട് ഞാനോ അല്ലെങ്കിൽ സ്വർഗത്തിൽ നിന്നൊരു ദൂതനോ വന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കരുത്, വേറൊരു സുവിശേഷമാണ്, അങ്ങനെയുള്ളവൻ ശപിക്കപ്പെട്ടവനാണ്. ഇതെല്ലാം കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും? ഈ ലേഖനത്തിൽ പറഞ്ഞേക്കുന്നതിന് യാതൊരു ബന്ധമില്ലാത്ത കാര്യങ്ങളല്ല എന്ത് ചെയ്യാനാ? ഈ സുറിയാനിയിൽ ഇത് അതിൽ നിന്ന് എഴുതിയ ആ പിതാവ്, അദ്ദേഹം അത് വായിച്ചൊരു പക്ഷേ മനസ്സിലാക്കിയിട്ട് അതിന്റെ ആശയം ഉൾക്കൊണ്ട് എഴുതുകയായിരിക്കും. എന്തായാലും ഓക്കെ, നമ്മുടെ വിഷയം അതല്ല, ഞാൻ സന്ദർഭവശാൽ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഈ ഗോസ്പൽ ഓഫ് ഗ്രേസ്, കൃപയുടെ ഈ സുവിശേഷം, ദാറ്റ് കനോട്ട് ബി ചേഞ്ച്, അത് ഒരിക്കലും മാറ്റമില്ലാത്തതാണ്. ഞാനിപ്പോൾ പറഞ്ഞ, ഒരിക്കൽ നിങ്ങളോട് പ്രസ്താവിച്ച, വീണ്ടും ഈ ലേഖനത്തിന്റെ ആദ്യമേ തന്നെ പറഞ്ഞിരിക്കുന്ന ഈ കാര്യം, അതിന് വിപരീതമായിട്ടൊരു കാര്യം ഇനിയും ഒരു ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷൻ പറയാം, അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല.
സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതനോ അല്ലെ വേറെ ആരെങ്കിലും പറഞ്ഞാൽ നിങ്ങൾ അംഗീകരിക്കരുത്. അത് നമുക്ക് മനസ്സിലാക്കാം. ഇനി ഞാൻ തന്നെ വന്ന് പറഞ്ഞാലും അപ്പൊ അതിന്റെ പ്രാധാന്യം എത്രയാണെന്ന് ആലോചിക്കുക. എന്ന് പറഞ്ഞാൽ താൻ ഈ അറിയിച്ചതല്ലാതെ വേറൊരു സുവിശേഷം അറിയിക്കാനായിട്ട് ഇല്ല. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ആ സത്യസുവിശേഷം ഉള്ളതായ നിലയിൽ കേൾക്കാൻ, അത് ഹൃദയത്തിൽ സ്വീകരിക്കാൻ ദൈവം നമുക്ക് ഭാഗ്യം തന്നെന്നുള്ള ഓർത്ത് ദൈവസേനയിൽ നമുക്ക് നന്ദി പറയാം. ഈ ശാപം അത് അപ്പോസ്തലൻ അന്ന് പറഞ്ഞത് ഇന്ന് അനേകരുടെ മേൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വേറൊരു സുവിശേഷം ആൾക്കാരെ കേൾപ്പിച്ച് തെറ്റിച്ച് കളയുകയാണ്. അങ്ങനെ ഒരു സുവിശേഷം പ്രസംഗിച്ചാലുള്ള അപകടം എന്താണ്? ഞാൻ മുമ്പ് പറഞ്ഞാണ്, ഇഫ് someone is preaching the other gospel, ഒരാള് മറ്റു സുവിശേഷം ഈ പറഞ്ഞതിന് വിരുദ്ധമായ ഒരു സുവിശേഷം പ്രസംഗിക്കുന്നുണ്ടെങ്കിൽ അതുകൊണ്ടുണ്ടാകുന്ന അപകടം ശരിയായ രക്ഷാ സന്ദേശം ഒരു കേൾക്കാനുള്ള അല്ലെ അത് അംഗീകരിക്കാനുള്ള ഒരാളുടെ സാധ്യത അടച്ചു കളയുകയാണ്. അതാണ് ഏറ്റവും വലിയ വിഷയം. അതുകൊണ്ടാണ് അവൻ ശപിക്കപ്പെട്ടവനെന്ന് പറയുന്നത്. 2-ാം അധ്യായത്തിന്റെ 21-ാം വാക്യം ഒന്ന് വായിച്ചേ. ലാസ്റ്റ് പ്രയോഗം, ന്യായപ്രമാണത്താൽ നീതി വരുന്നുവെങ്കിൽ ക്രിസ്തു മരിച്ചത് വെറുതെയല്ലോ. അതായത് ഇവർ പറയുന്ന വിഷയം എന്താണ്? ന്യായപ്രമാണത്താൽ ആണ് നീതി വരുന്നത് എന്നാണ്. അങ്ങനെ വന്നെങ്കിൽ പിന്നെ ക്രിസ്തു മരിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇതാ പൗലോസ് പറഞ്ഞത്. ഇതാണ് വേറൊരു സുവിശേഷം എന്ന് പറഞ്ഞ് ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പൊ ആരെങ്കിലും ഇത് പ്രസംഗിച്ചാൽ അവര് നിത്യനാശത്തിലേക്ക് ആൾക്കാരെ തള്ളിവിടുക എന്നുള്ളൊരു പിന്നെ ഒരു വലിയ പാതകമാണ് ചെയ്യുന്നത്. വേറൊരു സുവിശേഷം പ്രസംഗിക്കുന്ന ഏതൊരാളും നിശ്ചയമായി നാശം അനുഭവിക്കും. കാരണം അവർ ആത്മാക്കളുടെ നാശത്തിൽ കലാശിക്കുന്ന സന്ദേശമാണ് പ്രസംഗിക്കുന്നത്. നമ്മൾ ഒരാളെ രക്ഷിച്ചില്ലെങ്കിൽ ഒരാളെ നശിപ്പിക്കാൻ പാടില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും സത്യസുവിശേഷം മാത്രം പറയുക. ഇനി നമ്മുടെ വാക്യത്തിലേക്ക് ഒന്നുകൂടെ മടങ്ങി വരാം. ഞങ്ങളാകട്ടെ സ്വർഗത്തിൽ നിന്നൊരു ദൂതനാകട്ടെ. ഈ പിശാചിന്റെ ആക്രമണം എന്ന് പറയുന്നത് പലപ്പോഴും അലർന്ന സിംഹമാണ്. പിന്നെ ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കിയിട്ടുള്ളതാണ്. പക്ഷേ അതിനേക്കാളും ട്രിക്കിയാണ്, അല്ലെങ്കിൽ കൗശലപരമായിട്ടാണ് ഇടപെടുന്നത് എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഉള്ള കാര്യം. അപ്പോൾ പിശാചിന്റെ വേഷം എന്താണ്? സാത്താൻ താനും വെളിച്ചദൂതന്റെ വേഷത്തിൽ വരുന്നു. അപ്പൊ ആ കാര്യം മനസ്സിലാക്കിക്കൊണ്ടല്ല, ആ കാര്യം മനസ്സിൽ വിചാരിച്ചുകൊണ്ടാണ് അപ്പോസ്തലൻ ഇവിടെ ഈ പ്രയോഗം നടത്തുന്നത്. ഒരു സ്വർഗത്തിൽ നിന്നൊരു ദൂതൻ എന്ന് പറഞ്ഞാൽ ഒരു പക്ഷെങ്കില് ഏറ്റവും പിന്നെന്താ പറയുക, പ്രാഗൽഭ്യമുള്ളവർ പോലും വഴുതി പോകാനുള്ള സാധ്യതയുണ്ട്. ഭയങ്കര ഒരു അപകടം, ഡേഞ്ചറാണ്. ഡോക്ടർ അലൻ കോൾ എന്ന് പറയുന്ന ദേവദാസനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു സന്ദേശവാഹകന്റെ ബാഹ്യരൂപം, ഭാവം, ഇവ ഒരിക്കലും സന്ദേശത്തെ സാധൂകരിക്കണമെന്നില്ല. നമുക്കൊക്കെ ഒരു എന്താ പറയുക മുൻവിധിയുണ്ട്. ഒരാൾ നമുക്ക് സോക്കോളിൽ നമുക്കറിയാവുന്ന കുറച്ച് ആൾക്കാർ, ഉപദേഷ്ടാക്കന്മാർ, അവരൊക്കെ പറയുന്ന ഒരു കാരണവശാലും തെറ്റിപ്പോവാൻ സാധ്യതയില്ല. പിശാചിൻ്റെ ഒരു വലിയ തന്ത്രമായി. ഞാനൊരു ഉദാഹരണം പറയാം. ഞാൻ എൻ്റെ ചെവിക്ക്, അതായത് എൻ്റെ ഫസ്റ്റ് ഹാൻഡ് ഹിയറിംഗ് ആണ്. ചില വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങൾക്കൊക്കെ അറിയാവുന്ന വിഷയമാണ് വിവാഹവും വിവാഹ മോചനവും എന്നുള്ള വിഷയം, പുനർവിവാഹവും എന്നത് സംബന്ധിച്ച് നമ്മൾ തൃശ്ശൂർ ഭാഗത്തൊരു വലിയ പിന്നെ പ്രശ്നം ഉണ്ടാകാനായിട്ട് ഇടയായിരുന്നു. അപ്പോൾ അത് അങ്ങനെ ആയാൽ കുഴപ്പമില്ല. അതിനൊരു ഒരുപാട് പിന്നെ പലതരത്തിലുള്ള ന്യായീകരണങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് വന്ന് ഒരാൾ പിന്നെ ഭ്രാന്തുള്ള ആളാണ്, കല്യാണം കഴിക്കുന്നെങ്കിൽ എന്ത് ചെയ്യും, അങ്ങനെയൊക്കെയുള്ള വ്യത്യസ്തമായ വാദഗതികളൊക്കെ കൊണ്ടുവന്നിട്ട് ഇതിനെ സാധൂകരിക്കാൻ നോക്കി. സിമ്പിളായിട്ട് പറഞ്ഞാൽ അവർക്ക് ആ കാര്യം നടത്തണം, അത്രേ ഉള്ളൂ. അങ്ങനെ പറഞ്ഞ് ഈ ഉപദേശം സ്ഥാപിക്കാൻ, അതായത് ഒരാൾ ഉപേക്ഷിച്ചാലും വിവാഹം കഴിക്കാം, കുഴപ്പമൊന്നുമില്ല എന്നുള്ള രീതിയിലേക്ക് നമ്മൾ കാലത്തിനനുസരിച്ച് ചിന്തിക്കേണ്ടതെന്നൊക്കെ ചില ആൾക്കാർ പറഞ്ഞു ഓർക്കുന്നു. അപ്പോൾ ആ ഉപദേശം പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ച ഒരു വ്യക്തി, അല്ലെങ്കിൽ അതിനെ എൻഡോസ് ചെയ്ത ഒരാൾ, അദ്ദേഹം വളരെ പ്രസിദ്ധനായ മനുഷ്യനാണ് നമ്മുടെ ഇടയിൽ. ഇദ്ദേഹത്തെക്കുറിച്ച് വേറൊരാൾ പറയാണ്, അദ്ദേഹം ഈ കാര്യത്തിൽ അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ഇല്ലാതിരിക്കുന്നു. നമ്മുടെ ഒരു പെർസെപ്ഷനാണ്, നമ്മുടെ ഒരു ധാരണയാണ്. ഏത് വലിയ പുള്ളി എന്തു പറഞ്ഞാലും ഒരു കാര്യം ആലോചിക്കുക, ബെരോക്കാർ ചെയ്തവരെ നോക്കുക. അവർ തെസ്സലോനിക്കയിലുള്ളവരെക്കാൾ ഉത്തമന്മാരായിരുന്നു. അവരെന്താ ചെയ്തത്? വചനം അങ്ങനെ തന്നെയാണോ എന്ന് പൗലോസ് ആണല്ല, ആരാണ് ബർന്നബാസല്ല, ആരാണെങ്കിലും പ്രസംഗിച്ചാലും കുഴപ്പമില്ല, അവിടെ നിൽക്കേ, ഞങ്ങളൊന്ന് നോക്കട്ടെ എന്ന് പറയും. തിരുവെഴുത്തുകളെ ദിനം പ്രതി ശോധനയാണ്. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ഇതാണ് ഇതിൻ്റെ കീ തിങ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പിന്നെന്താ പറയുക, ഈ വിഷയത്തിന്മേൽ ദുരുപദേശം അല്ലെങ്കിൽ ഈ വേറൊരു സുവിശേഷം അത്
മിക്കവാറും കൊണ്ടുവരുന്നത് അല്ലെ അതിനെ പ്രോത്സാഹിപ്പിക്കുന്നത്. ഇപ്പം ഇന്ന് എബി സഹോദരൻ പല വീഡിയോസൊക്കെ നമ്മുടെ ചർച്ചിലെ ഗ്രൂപ്പിലൊക്കെ ഇട്ടിട്ടുണ്ട്. അതൊക്കെ തീർച്ചയായിട്ടും നിങ്ങൾ സമയമെടുത്ത് കാണണം. നമ്മുടെ ഇടയിൽ തന്നെയുള്ള പല പ്രമുഖരായ വ്യക്തികളും ഈ ഗേറ്റ് മിനിസ്ട്രീസ് പോലെയുള്ള സംഘടനകളിൽ അല്ലെങ്കിൽ അവരുടെ ഉപദേശങ്ങളിൽ ചെന്ന് വീണിരിക്കുകയാണ്. അവർ പറയാണ് രക്ഷിക്കപ്പെട്ടാൽ മതി, സ്നാനം ആവശ്യമില്ല. ശരിയല്ലേ? സ്നാനം ആവശ്യമുണ്ടോ? സ്വർഗത്തിൽ പോകാനായിട്ട് സ്നാനത്തിൻ്റെ ആവശ്യമുണ്ടോ? പിന്നെ എന്തിനാ വെറുതെ ഇനിയിപ്പോൾ ഒരു സ്നാനം അങ്ങനത്തെ ഒരു കാര്യത്തിൻ്റെ കാര്യം എന്താ? നമ്മളും കർത്താവുമായിട്ടാണ് കാര്യങ്ങൾ കൊണ്ട് നേരിട്ട് ആ ഇടപാട് നിർത്താൻ മതി. ഇത് പറയുന്നത് ചില്ലറക്കാരല്ലെന്നേ. അപ്പോൾ ഒരു വചനപരിജ്ഞാനം വലുതായിട്ടില്ലാത്ത അല്ലെ പുതുതായിട്ട് വരുന്ന ഒരാൾക്ക് തോന്നും ശരിയല്ലേ, ഇത് സ്നാനപ്പെട്ടില്ലെങ്കിലും കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീ നിന്റെ കുടുംബവും രക്ഷപ്രാപിക്കുക. എത്ര വാക്യങ്ങളാണ്. യേശുവിനെ കർത്താവ് എന്ന് വായുകൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കുകയും ചെയ്താൽ, ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ രക്ഷിക്കപ്പെടും. സ്നാനപ്പെടണമെന്ന് പറഞ്ഞിട്ടുണ്ടോ? ആ ക്രൂശിലെ അത് പിന്നെ പോട്ടെ, ക്രൂശിലെ കള്ളനെ ഉടനെ പിടിക്കും. ഇങ്ങനെ എത്ര കാര്യങ്ങളാണ് നിരത്താനായിട്ടുള്ളത്. ഞാൻ പറഞ്ഞത് ഇതാണ് വേറൊരു സുവിശേഷം. കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ മുഴുവൻ ദാരിദ്ര്യവും, കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടല്ലോ, ദാരിദ്ര്യം മാറ്റുവാനാണ് കർത്താവ് ദാരിദ്ര്യം അനുഭവിച്ചത്. ബാക്കിയില്ലേ? നിങ്ങളുടെ കർത്താവ്, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സമ്പന്നനായിരുന്നിട്ടും അവന്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നരാകേണ്ടതിന് നിങ്ങൾ നിമിത്തം ദരിദ്രനായി തീർന്നു. എൻ്റെ കർത്താവ് ദരിദ്രനായത് നമ്മുടെ ദാരിദ്ര്യം മാറ്റാൻ വേണ്ടിയാണ്. ഇതാ പഠിപ്പിക്കുന്നത്. ഇത് വാക്യമല്ലേ? അപകടം നമ്മൾ മനസ്സിലാക്കുക. ഞാൻ പറഞ്ഞതുപോലെ ഏത് ആളാണ് എന്നുള്ളത് വിഷയമല്ല. സന്ദേശവാഹകൻ ആരായാലും, ഞാനാണേലും മറ്റാരാണേലും അല്ലെ ആരുമായിക്കോട്ടെ, പറയുന്ന സന്ദേശം നമ്മുടെ തിരുവെഴുത്തുമായിട്ട് ഒക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. അത് പരിശോധിക്കാനായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ. 10ാമത്തെ വാക്യം ഇങ്ങനെയാണ്: ഇപ്പോൾ ഞാൻ മനുഷ്യരെയോ ദൈവത്തെയോ സന്തോഷിപ്പിക്കുന്നത് അല്ല, ഞാൻ മനുഷ്യരെ പ്രസാദിപ്പിക്കാൻ നോക്കുന്നു. ഇന്ന് ഞാൻ മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നുവെങ്കിൽ ക്രിസ്തുവിൻ്റെ ദാസനായിരിക്കില്ല. പൗലോസ് ഈ കാര്യം വളരെ തറപ്പിച്ചങ്ങ് പറയുകയാണ്. തനിക്കെതിരെയുള്ള ഈ യഹൂദ മതക്കാരുടെ ഒരു ആരോപണം അത് എന്ന് പറയുന്നത് കള്ളാപ്പോസ്റ്റലിനാണ്, അല്ലെങ്കിൽ കർത്താവ് പിന്നെ ഡയറക്റ്റ് അപ്പോസ്റ്റലിനായിട്ട് വിളിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതിനോടൊപ്പം തന്നെ പൗലോസ് ഈ ജാതികൾക്ക് വേണ്ടി സുവിശേഷത്തെ അവർ പറയുന്ന അല്ലെ യെരുശലേമിലുള്ള ആൾക്കാർ പ്രസംഗിച്ച ആ സുവിശേഷത്തെ ഒന്ന് ഡൈല്യൂട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അവർ പഠിപ്പിച്ച അവർ പറഞ്ഞു വരുത്തിയ വേറൊരു കാര്യം. അതായത് ഈ ജാതികൾക്കൊക്കെ ഇത് അംഗീകരിക്കണമെങ്കിൽ ഇത് കുറച്ചുകൂടെ ലൈറ്റ് ആക്കണമല്ലോ. അതുകൊണ്ട് അവർക്ക് പറ്റുന്ന രീതിയിൽ നമ്മൾ പറയില്ലേ ടൈലർ മെയ്ഡ് എന്ന്, അതായത് ഓരോരുത്തർക്കും പറ്റുന്ന രീതിയിൽ അതിനൊന്ന് ഫിറ്റ് ആക്കി കൊടുക്കുക. അങ്ങനെ അവരവരുടെ കഷ്ടത്തിനനുസരിച്ച് പൗലോസ് ഇതിനെ ഡൈല്യൂട്ട് ചെയ്തിട്ടുണ്ട്, വെള്ളം ചേർത്തിട്ടുണ്ട്. അങ്ങനെയാണ് അവതരിപ്പിച്ച് ഈ ആൾക്കാരെ ഒക്കെ വശത്താക്കിയിരിക്കുന്നത് എന്നാണ് ഈ ആൾക്കാർ പൗലോസിനെതിരായിട്ട് അപവാദം പ്രകടിപ്പിച്ചിരുന്നത്. പൗലോസ് പറയാണ്, ഞാൻ മനുഷ്യരെ പ്രസാദിപ്പിക്കാൻ നോക്കുന്നെങ്കിൽ ഞാൻ കർത്താവിൻ്റെ ദാസനായിരിക്കാനായിട്ട് ഒരിക്കലും പറ്റും. എത്ര വളരെ മാതൃകാപരമായ അല്ലെങ്കിൽ എത്ര ആത്മവിശ്വാസത്തോടുള്ള ഒരു സ്റ്റാൻഡാണ് എന്ന് നമുക്ക് ഓർക്കാനായിട്ട് സാധിക്കും. സ്വർഗത്തിലേക്കുള്ള ഏക മാർഗം സുവിശേഷം എന്ന് പ്രസംഗിക്കുമ്പോൾ എതിർപ്പുണ്ടാകുന്നത് സ്വാഭാവികമാണ്. പൗലോസ് അതാ പറയുന്നത്, ഞാൻ മനുഷ്യരെ പ്രസാദിപ്പിക്കാൻ നോക്കുവാണെങ്കിൽ ഇങ്ങനെ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇന്ന് താൻ അത് വീണ്ടും പറയുന്നുണ്ട് അടുത്ത അധ്യായത്തിലേക്ക് വരുമ്പോൾ. അങ്ങനെയാണെങ്കിൽ ഈ യഹൂദന്മാരൊന്നും തന്നെ കുറ്റം പറയേണ്ട ആവശ്യമില്ലല്ലോ. മനുഷ്യരെ പ്രസാദിപ്പിക്കാൻ നോക്കുകയാണെങ്കിൽ ഇന്നും അത് തന്നെയാണ് വിഷയം. സത്യത്തിൽ സുവിശേഷം പ്രസംഗിക്കുന്നതിന് ആർക്കും വലിയ എതിരൊന്നുമില്ല. പക്ഷേ സുവിശേഷം പറയുമ്പോൾ നമ്മളത് തീർത്ത് പറയും, യേശു ക്രിസ്തു അല്ലാതെ വേറൊരു മാർഗ്ഗമില്ല. അപ്പോഴാണ് കുഴപ്പം. കർത്താവായ യേശു ക്രിസ്തു മനുഷ്യൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി മരിച്ചു, കർത്താവും ഒരു ദൈവമാണ്, യേശു ക്രിസ്തുവിലൂടെ വിശ്വസിച്ചാലും നിങ്ങൾക്ക് രക്ഷപ്പെടാം എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല. പക്ഷേ അത് മാത്രമാണ് രക്ഷ എന്ന് പറയരുത്. ഇതാണ്, അതായത് എല്ലാത്തിൻ്റെ ഒപ്പം നമ്മളിപ്പോൾ ബസ്സിലൊക്കെ കാണുമ്പം കയറുമ്പം ചില ബസ്സുകളൊക്കെ പല ഹിന്ദുക്കളുടെയൊക്കെ ബസ്സായിരിക്കും, അതിൽ പിന്നെ അവരുടെ പല ദേവന്മാരുടെയും പടമുണ്ട്. ആ കൂട്ടത്തിൽ ഒരു കുരിശും കാണും. മുസ്ലിങ്ങളുടെ ആണെങ്കിൽ ആ ചന്ദ്രക്കലയും അതും ഒക്കെ കാണാം. അതിൻ്റെ കൂട്ടത്തിൽ പിന്നെ അതായത് ഇതിനകത്ത് കയറുന്ന ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാകരുത്. ഈ നിലയിലൊരു സന്ദേശം അവതരിപ്പിക്കാൻ യാതൊരു പാടുമില്ല. പക്ഷേ എവിടെ സ്ട്രിക്റ്റായിട്ട് മറ്റൊരുത്തനിലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമമില്ല. കർത്താവിന് സ്തോത്രം. അത് ഉറച്ചു പറയുന്നു, അവിടെ എതിർപ്പുണ്ടാകും. ഒരു കാര്യം ഉറപ്പാണ്, വേറൊരു സുവിശേഷം ഇല്ല എന്നുള്ളത് തീർത്ത് പറയുന്നതുകൊണ്ട് പൗലോസ് പറയുന്ന കാര്യം, ഞാൻ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതാണ്. മനുഷ്യരാലുള്ള പ്രസാദം, ഈ പറയുന്ന കാര്യം, ഈ സന്ദേശത്തിൽ വെള്ളം ചേർക്കാനായിട്ട് അല്ലെ അതിനെ ഉള്ളത് പകുതി മറച്ചു വെച്ച്
പണ്ടേതോ ഇത് നിങ്ങൾ കേട്ടിട്ടില്ലേ, അശ്വത്ഥാത്മാവൻ എന്ന് പറയുന്ന ആള് പുരാണത്തിലെ സംഭവം, മരിച്ചെന്ന് പറയുന്നതിന് പകരം അശ്വത്ഥാത്മാവ് എന്ന് പറയുന്ന ആന മരിച്ചെന്നായിരുന്നു ആള് പറഞ്ഞത്. ആന എന്നുള്ളത് പുള്ളി പതുക്കെ പറഞ്ഞു. അപ്പൊ എന്താ സംഭവിച്ചു? അശ്വത്ഥാത്മാവിന്റെ അപ്പം വിചാരിച്ചു തന്റെ മകനാണ് മരിച്ചു പോയത്. ഇത് സത്യമാണോ പറഞ്ഞെന്ന് ചോദിച്ചാൽ സത്യം അല്ലേ? പക്ഷേ ആ പറഞ്ഞതിലൊരു ചതി ഉണ്ടായിരുന്നു. ഇപ്പൊ ഇതുപോലെ സുവിശേഷം പറയുന്ന ആൾക്കാരുണ്ട്. പക്ഷെ തീർത്തു പറയാനായിട്ട് ഫിലിപ്പോസ് ക്ഷണനോട് സുവിശേഷം പറഞ്ഞപ്പോൾ തീർച്ചയായിട്ടും ഇദ്ദേഹം ഒരു മന്ത്രിയാണ്, അല്ലെ എത്യോപ്യ രാജ്യത്തിലെ വലിയ ആളാണ്. ഇതൊക്കെ മനസ്സിൽ വിചാരിച്ചിട്ട് സ്നാനപ്പെടുന്ന കാര്യമൊക്കെ പറഞ്ഞപ്പം അതിനെന്താ പിന്നെ നമുക്ക് വേണമെങ്കിൽ എത്യോപ്യയിൽ വന്ന് വേറെ ഒരു സ്നാനം നടത്താം, അല്ലെ അങ്ങനെ ഒരു അറേഞ്ച്മെന്റ് ഉണ്ടാക്കാം എന്നൊന്നും അല്ല പറഞ്ഞത്. അണ്ണൻ ആവശ്യപ്പെടുകയായിരുന്നു. ആവശ്യപ്പെട്ടപ്പോൾ എന്താ പറഞ്ഞേ? ന്യായമായിട്ട് വിലക്കുവാണ് ചെയ്തത്. പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നുണ്ടെ മാത്രം മതി, അല്ലെ വേണ്ട. അപ്പോഴാണ് ഷണ്ണൻ തൻ്റെ താല്പര്യം പറഞ്ഞ് ഞാൻ വിശ്വസിക്കും. അങ്ങനെ അവർ ഇരുവരും വെള്ളത്തിലിറങ്ങി ആ സ്നാനം നടക്കാനിടയായിരുന്നു. ഞാൻ പറഞ്ഞത് നമ്മുടെ നിലപാട് എന്നുള്ളത് വളരെ സ്ട്രിക്റ്റ് ആയിരിക്കണം. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. വേറൊരു സുവിശേഷം എന്ന് പറഞ്ഞാൽ അത് സത്യസുവിശേഷത്തിൽ ഒരു ഡിഗ്രിയെങ്കിലും അല്ലെ 1% അയവ് വരുത്തുന്നത് എന്തും വേറൊരു സുവിശേഷമാണ്. നമ്മൾ 99% കറക്റ്റാണ്, 1% ഒരു ചെറിയ പ്രശ്നമുണ്ടെന്നേ ഉള്ളൂ. പാടില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഈ സുവിശേഷത്തിലേക്ക് വേറൊരു സുവിശേഷത്തിലേക്ക് മറയുന്നത് ഒരു ഡോക്ട്രിനൽ ഹിപ്പോക്രസി, അതായത് ഒരു അപ്പോസ്റ്റേസി, ഡോക്ട്രിനൽ അപ്പോസ്റ്റേസി, അതായത് ഉപദേശത്യാഗം, ഉപദേശത്തെ വിടുകയാണ്, ഒരു തിയോളജിക്കൽ ഡീവിയേഷനാണ്, ദൈവശാസ്ത്രപരമായിട്ടുള്ള ഒരു വ്യതിയാനമാണ്. അതിനെ ഒരു കാരണവശാലും 1% പോലും സഹിക്കാനായിട്ട് പാടില്ല. അതാണ് അപ്പോസ്തലൻ ഈ ഗലാത്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിൽ ഇത്ര ശക്തമായ ആക്രമണം, അവരെക്കുറിച്ച് നല്ല വാക്ക് പറയാതെ ഒന്നും പ്രോത്സാഹിപ്പിക്കാതെ ശക്തമായിട്ട് അതിനെ അപലപിച്ച് ഈ കാര്യങ്ങൾ പറയുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. നമ്മുടെ ജീവിതത്തിൽ ശരിയായ സുവിശേഷം കേൾക്കാനായിട്ട് ഇടയായിത്തീർന്നു എന്നുള്ളത് ദൈവത്തിൻ്റെ വലിയ കൃപയാണ്. കൃപയാലുള്ള ആ രക്ഷ അത് അനുഭവിക്കാനായിട്ട് ഇടയായിത്തീർന്നു. മാത്രമല്ല ജീവിതത്തിൻ്റെ ഓരോ മുന്നോട്ടുള്ള പോക്കിലും ആ സൂക്ഷിപ്പ് അനുഭവിച്ച് മുമ്പോട്ട് പോകാനായിട്ട്, ഉപദേശത്തിൽ നിലനിൽക്കാനായിട്ട് തീർച്ചയായിട്ടും ഇടയായിത്തീരണം. ഒരിക്കലും അതിൽ നിന്ന് ഒരു സെറ്റ് ബാക്ക്, ഒരു പിന്മാറ്റം ഉണ്ടാകാനായിട്ട് ഇടയായിരുന്നു. ആ ഡിസേർട്ടിങ് അല്ലെങ്കിൽ ഉപദേശത്തിലെ അല്ലെങ്കിൽ ഒരു ചെറിയ വിഷയത്തിലെ പിന്മാറ്റം എന്ന് പറയുന്നത് ദൈവം കണക്കാക്കുന്നത് തന്നിൽ നിന്നുള്ള പിന്മാറ്റമായിട്ടാണ്, ദൈവത്തെ ഉപേക്ഷിക്കുന്നതായിട്ടാണ്. മാത്രമല്ല അത് സത്യത്തിൽ നിന്നുള്ള ഒളിച്ചോട്ടമാണ്. മാത്രമല്ല അത് സുവിശേഷത്തെ വികൃതമാക്കുന്നതിന് തുല്യമാണ്. അത് നമ്മൾ ഭയത്തോടെ ഓർക്കുവാനിടയായിത്തീരണം. കൃപയുടെ സുവിശേഷം അത് ഒരിക്കലും മാറ്റം വരാത്തതാണ്. അത് അപ്പോസ്തലന് ആ കാര്യത്തിൽ പൂർണ്ണ നിശ്ചയമുണ്ടായിരുന്നു. താൻ അത് വളരെ വ്യക്തമായി സംക്ഷിപ്തമായി അവതരിപ്പിച്ച് ഇതിന് വിപരീതമായിട്ട് ഞാൻ തന്നെ വന്നു പറഞ്ഞാൽ പോലും അത് മാറ്റാൻ പാടില്ല, നിങ്ങൾ അത് അംഗീകരിക്കാൻ പാടില്ല എന്ന് തറപ്പിച്ച് പറയാനിടയായിത്തീർന്നു. മാത്രമല്ല അവർക്കുണ്ടാകുന്ന വലിയ നാശത്തെക്കുറിച്ച് താൻ സൂചിപ്പിക്കാനായിട്ട് ഇടയായിത്തീർന്നു. അതുകൊണ്ട് തന്നെ തൻ്റെ സ്റ്റാൻഡ് വളരെ കൃത്യമാണ്. പൗലോസ് ജീവിതത്തിൽ ഈ കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ട്, ഈ ലേഖനം എഴുതിയതുകൊണ്ട്, ഈ സന്ദേശം അവരെ അറിയിച്ചതുകൊണ്ട് താൻ ഒറ്റ കാര്യത്തിനാണ് ഊന്നൽ കൊടുക്കുന്നത്: ഞാൻ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതാണ്. നമ്മുടെ ജീവിതത്തിലും ഈ ഒരു കാര്യം അടിസ്ഥാന വിഷയമായിട്ട് ഏറ്റെടുത്താൽ, അതായത് ദൈവത്തെ പ്രസാദിപ്പിക്കുക, അതിന് വിഘാതമായി വരുന്ന യാതൊന്നും ഞാൻ സഹിക്കത്തില്ല, അത് ഞാൻ വെച്ചു ഓർപ്പിക്കില്ല എന്നൊരു തീരുമാനമെടുത്താൽ കർത്താവ് തീർച്ചയായിട്ടും നമ്മളെ അനുഗ്രഹിക്കും. അങ്ങനെ നമ്മുടെ ജീവിതം ധന്യമായിട്ട് തീരും. അതിന് ഈ ആലോചനകളാൽ ദൈവം നമ്മളെ സഹായിക്കട്ടെ. അവിടുത്തെ വലിയ നാമം വാഴ്ത്തപ്പെടുന്നതാണ്.